എങ്ങനെയാണ് ഇപ്പോൾ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള പാർട്ട്ണറിനെ കിട്ടുക എന്താവും, നമ്മൾ ഓൾറെഡി പാരന്റിനെ കിട്ടിയാൽ എങ്ങനെയാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഒരു നാർസിസ്റ്റിക് പാർട്ട്ണറാണ്, ഈവൻ മെയിലാണ് പാർട്ട്ണർ, അല്ലെങ്കിൽ അതായത് ഹസ്ബൻഡാണ് നാർസിസ്റ്റിക് പാർട്ട്ണർ, അല്ലെങ്കിൽ വൈഫാണ് നാർസിസ്റ്റിക് പാർട്ട്ണർ. രണ്ടായാലും നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ആ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെസ്സിലൂടെ ആയിരിക്കും ആ നാർസിസ്റ്റിക് അല്ലാത്ത ആൾ കടന്നു പോയിട്ടുണ്ടാവുക. ആൾക്കാർ ഒരു കോൺസ്റ്റന്റ് സെൽഫ് ഡൗട്ടിലായിരിക്കും. എന്താണ് ഫുൾ ഈ സ്ട്രെസ് ഉണ്ടാവാനുള്ള കാരണം? ഞാൻ എന്തെങ്കിലും ചെയ്യാത്തതുകൊണ്ടാണോ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവണേ? അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കാര്യം നമ്മുടെ ഈ സെൽഫ് ഡൗട്ട് ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു സെൽഫ് ഡൗട്ട് ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള പാർട്ട്ണറോട് സംസാരിക്കാനും പറ്റില്ല. കാരണം അങ്ങനെ സംസാരിക്കുമ്പോൾ വ്യത്യസ്ത തരമായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാവുക. വ്യത്യസ്ത തരമായ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അവർ എക്സ്പ്ലോർ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് ചിലപ്പോൾ ആ റിലേഷൻഷിപ്പെ കട്ട് ചെയ്യണ പോലെ ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നിനക്ക് വട്ടാണ് എന്ന് പറഞ്ഞ് നീ ഓവർ തിങ്കിങ്ങിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് അവരെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് വിടും. അങ്ങനെ എങ്ങനെ ഒരു ചെറിയൊരു ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവർ കൊടുക്കില്ല. പിന്നെ രണ്ടാമത്തെ ഒരു ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതം മുഴുവൻ ഫുൾ നുണകളുടെ മുകളിൽ ഇങ്ങനെ കെട്ടിപ്പടുത്തിയൊരു ജീവിതമായിരിക്കും. അതായത് എല്ലാ കാര്യങ്ങളും ഇവരിപ്പോൾ എല്ലാവരും മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സംഭവങ്ങളായിരിക്കും. ചില സമയത്ത് അവർ എന്തെങ്കിലും അവർ പെട്ടുപോവുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു കുഴപ്പത്തിൽ പെട്ടുപോവുകയാണെങ്കിൽ അവർക്ക് അറിയാത്ത പോലെ, എനിക്കത് തെറ്റാന്ന് അറിഞ്ഞിട്ടില്ല, ഞാൻ അറിയാണ്ട് ചെയ്തു പോയതാണ്. അതായത് അങ്ങനത്തെ ഒരു കാര്യം. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഹസ്ബൻഡും വൈഫും ആയിട്ട് ജീവിക്കണം, നമ്മൾ പാർട്ട്ണറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ട്. അപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ കണ്ടുപിടിച്ചു ആക്ച്വലി മറ്റേ പാർട്ട്ണർ. അപ്പോൾ അത് കണ്ടുപിടിക്കുമ്പോൾ പക്ഷേ അവരപ്പോൾ കണ്ടുപിടിച്ചു. ആദ്യം അവർ അത് തടയാനുള്ള എല്ലാ പരിപാടികളും നോക്കും. എന്തിനാണ് ഇപ്പോൾ ഫോൺ ചെക്ക് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചെങ്കിൽ എന്തിനാണ് നിന്റെ ഫോൺ ചെക്ക് ചെയ്ത്, നിനക്ക് ഇത്ര ഡൗട്ട്ഫുൾ ആണോ, നിന്നെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിച്ചില്ല, നിന്റെ ഫോൺ ചെക്ക് ചെയ്യാൻ നിനക്ക് ആരോ പെർമിഷൻ തന്നെ, അങ്ങനെ കുറ്റപ്പെടുത്താൻ നോക്കും. അതുപോലത്തെ കുറേ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ. ഓക്കെ, എല്ലാ ഇതും കൺവിൻസ് ചെയ്ത് ഓക്കെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ട് എന്ന് ഒരു ഡൗട്ടില്ലാണ്ട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ പറയും എനിക്കറിയുന്നുണ്ടായിരുന്നില്ല അത് തെറ്റാണ്, ഞാൻ ഇപ്പോഴാണ് അത് തെറ്റാന്ന് മനസ്സിലാക്കിയത്, ഇനി ഞാൻ ചെയ്യില്ല, എന്നിട്ട് വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ അതായത് അതിപ്പോൾ ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. എല്ലാ കാര്യത്തിലും അവരെന്തെങ്കിലുമൊക്കെ തെറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവർക്ക് ചെറിയ ക്രിറ്റിസിസം പോലും ഏറ്റെടുക്കാൻ പറ്റില്ല. ചെറിയ ക്രിറ്റിസിസം ഇത് ചെയ്യുമ്പോൾ തന്നെ ഒന്നെങ്കിൽ ആ ആളിനെ വട്ടാക്കും, അല്ലെങ്കിൽ ആ ആളിനെ ത്രെറ്റൻ ചെയ്യാൻ പോകും, അല്ലെങ്കിൽ തിരിച്ചു വരുന്ന ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പറ്റാത്തായിരിക്കും. അപ്പോൾ കൂടുതലും ആൾക്കാർ മിണ്ടാണ്ടിരിക്കും, എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് മിണ്ടാണ്ടിരിക്കും. അങ്ങനെയാണ് ഈ ഒരു സംഭവം. ഇവരുടെ പിന്നെ ഉള്ള ഒരു സംഭവമാണെന്ന് പറഞ്ഞാൽ രാത്രി ഉറക്കം ഇവർ മാക്സിമം പാർട്ട്ണറിനെ കൊടുക്കാണ്ടിരിക്കും. എന്തെങ്കിലും ചിലപ്പോൾ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉറക്കം സമ്മതിക്കാണ്ടിരിക്കും, അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ഇടയിൽ സൗണ്ട് ഉണ്ടാക്കിയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ പാർട്ട്ണറിൻ്റെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ ഇവരുടെ കൂടെ താമസിക്കുന്ന സമയം മൊത്തം ഈ ഉറക്കില്ലായ്മ, ക്രോണിക് സ്ട്രെസ്, അങ്ങനെ ഈ ഓപ്പോസിറ്റ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ കോൺഷ്യസ്നെസ്സിൽ ആവാൻ അവർ സമ്മതിക്കില്ല. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഇവരുടെ ഈ കളത്തരങ്ങളൊക്കെ നടക്കുള്ളൂ. കാരണം ഇവർക്ക് പ്ലാൻ എ ഇല്ലെങ്കിൽ പ്ലാൻ ബി, പ്ലാൻ സി, പ്ലാൻ ഡി ഒക്കെ ഓൾറെഡി റെഡി ആക്കിയിട്ടായിരിക്കും ഇവരൊരു റിലേഷൻഷിപ്പിൽ വരുന്നത്. അതായത് ഓക്കെ ഈ പാർട്ട്ണർ പോയ വേറെ ആൾ ഓൾറെഡി 4-5 ഓൾറെഡി സെറ്റായിരിക്കും. നോർമലി ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഓക്കെ ഇപ്പോൾ ഹസ്ബൻഡോ വൈഫോ അവർ ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡിവേഴ്സായിട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ അവർ അടുത്ത റിലേഷൻഷിപ്പിലേക്ക് കിടക്കാൻ ചിലപ്പോൾ വർഷങ്ങളെടുക്കും, ചിലപ്പോൾ മാസങ്ങളെടുക്കും, ചിലപ്പോൾ ഓക്കെ 1 മന്ത് എടുത്തു, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ റിലേഷൻഷിപ്പിലേക്ക് അവർക്ക് പോകാൻ തോന്നിയിട്ടുണ്ടാവില്ല, ഒരു മാറാൻ കുറച്ച് സമയം എടുക്കും. പക്ഷേ ഇവർക്ക് ഇപ്പോൾ കാലത്ത് പോയാൽ അന്ന് വൈകിട്ട് തന്നെ അടുത്ത ആൾ വീട്ടിൽ വരും. അത്രമാത്രം റെഡി ആയിട്ട്, അതായത് പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, പ്ലാൻ ഡി, ചിലപ്പോൾ സെഡ് വരെയുള്ള പ്ലാൻ ഓൾറെഡി അവരുടെ കയ്യിൽ റെഡി ആയിട്ടിരിക്കും. അവർ ഈ ഓരോ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവർ പോകുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അവർ ലൈഫെ സ്റ്റാർട്ട് ചെയ്യണത്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പെ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇവർ മാക്സിമം ഓക്കെ പോകുമ്പോഴേക്കും ഇവർ പോയാൽ ഇവരെ പറ്റിയിട്ട് എന്തൊക്കെ കുറ്റം പറയണം എന്നുള്ളത് ഇവർ ഓൾറെഡി ഇവരൊക്കെ ഇതൊക്കെ സെറ്റാക്കി എല്ലാം ഇതാക്കിയിട്ടായിരിക്കും റിലേഷൻഷിപ്പ് കിടക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് പാർട്ട് 3 നമ്മൾ ഇടയിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് പാർട്ട്നേഴ്സ് നമുക്ക് നാർസിസ്റ്റ് ആയിട്ട് കിട്ടിയ എന്തായിരിക്കുന്നായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൽ പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ എന്താണ് ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് പൊക്കൂടെ, ഇവർക്ക് എന്താ ഒഴിഞ്ഞു പൊക്കൂടെ എന്ന് ആ കാര്യത്തിൽ വേണമെങ്കിൽ ആലോചിക്കാം. അപ്പോഴാണ് ഇവരുടെ ഒരു മാനിപ്പുലേഷൻ്റെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫേസിനെ ലവ് ബോംബിങ് ഫേസ് എന്ന് പറയും. അതായത് ആ സമയത്ത് സ്നേഹിച്ചിട്ട് ഇവർ കൊല്ലും. അതായത് ഭയങ്കര സ്നേഹം, നമുക്ക് വേണമെങ്കിൽ സ്വർഗം കാണുന്ന പോലത്തെ അത്ര സ്നേഹം, നമുക്ക് അത് സ്വർഗം തോന്നും. അങ്ങനത്തെ ഒരു ലവ് ബോംബിങ് ഫേസ് ഇവർ കാണിക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവരുടെ ഇമോഷണൽ അബ്യൂസ്, വെർബൽ അബ്യൂസ്, മെന്റൽ അബ്യൂസ്, അതുപോലെ തന്നെ ഫിസിക്കൽ അബ്യൂസ്. ചിലർക്ക് ചിലപ്പോൾ അടി ഇത് ഒക്കെ ആയിരിക്കാം, ചിലപ്പോൾ ഫിസിക്കലായിട്ട് മേത്തേക്ക് അടികൊള്ളുന്നില്ലെങ്കിലും ചിലപ്പോൾ വാതിലിന്റെ അവിടെയും അതുപോലെ തന്നെ ഭിത്തിയുടെ മുകളിലൊക്കെ ഇടിച്ച് ഉള്ള നിന്നെ ഇരിക്കണു എന്നുള്ളത് കാണിച്ചിട്ട് അപ്പുറത്ത് ഒരു ഫിസിക്കൽ ട്രോമ ഉണ്ടാക്കുകയാണ്. അങ്ങനത്തെ കുറേ അബ്യൂസുകളിലൂടെ ഒരു സൈക്കിൾ. അത് കഴിഞ്ഞപ്പോൾ ഓക്കെ, അപ്പോൾ ഈ മറ്റേ പാർട്ണർ വിചാരിക്കും ഓക്കെ നമുക്ക് ഇതിന്ന് പോവാം, ഇങ്ങനെ സഹിച്ചിട്ട് നിൽക്കണ്ടല്ലോ എന്ന് നോക്കുമ്പോൾ വീണ്ടും ഈ നാർസിസ്റ്റ് ഇപ്പോൾ ഇവർ പോണ ഒരു മൈൻഡ് സെറ്റിലേക്ക് ആവണമെന്ന് തോന്നുമ്പോൾ നാർസിസ്റ്റിന് മനസ്സിലാവും. അവർ വീണ്ടും ഈ ലവ് ബോംബിങ് സൈക്കിൾ, ലവ് ബോംബിങ് ഫേസിലേക്ക് കൊണ്ടുവരും. വീണ്ടും സ്നേഹം വിട്ടിട്ട് പോകരുത്, അങ്ങനത്തെ ഭയങ്കര സ്നേഹത്തിന്റെ ഫേസ് വീണ്ടും തുടങ്ങും. വീണ്ടും നമ്മൾ ഓക്കെ എനിക്ക് ഇന്റെ കുഴപ്പമാണോ ഇങ്ങനെ തോന്നുന്നത്, നോർമൽ റിലേഷൻഷിപ്പിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നു നമുക്ക് തോന്നും.
ഓക്കെ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിന്റെ കുഴപ്പമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്ന ആൾക്ക് ഇങ്ങനെ മാറാൻ പറ്റും. കാരണം അവർ മിനിറ്റിനാണ് അവരുടെ സ്വഭാവം ചേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടാക്കും. അത് അവർ അറിഞ്ഞിട്ട് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ അപ്പോൾ വിചാരിക്കും ഇതെന്തത് നമുക്ക് തോന്നണമെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ കുറേ കഥകൾ ഇങ്ങനെ കേട്ടിട്ട് വരുമ്പോഴും അതുപോലെ തന്നെ ഈ റിപ്പീറ്റഡ് സൈക്കിൾസും അതുപോലെ ഇവരുടെ ഒരിക്കലും മാറാത്തതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ കമന്റ് സെക്ഷനിലൊക്കെ 40 വർഷം കഴിഞ്ഞിട്ടും 16 വർഷം കഴിഞ്ഞിട്ടൊക്കെ മനസ്സിലാക്കിയ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ലവ് ബോംബിംഗ് ഫേസ് അതുപോലെ തന്നെ ഈ അബ്യൂസ് സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഈ ലവ് ബോംബിംഗ് ഫേസ് കഴിഞ്ഞ് പിന്നെ നമ്മളതിനെ ഒരു സെൽഫ് വർത്ത് ഇല്ലാത്ത, ഒന്നിനും കൊള്ളാത്ത ഒരു വേസ്റ്റ് പോലത്തെ ഒരു ഒബ്ജക്റ്റ് പോലെ ആയിട്ട് അവർ ചിത്രീകരിക്കും. ആൾക്കാരുടെ മുമ്പിൽ കളിയാക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലും നമ്മളതിനെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. എന്നാൽ പുറത്തുള്ള ഒരാളാണ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് പൊക്കി പറയുക, അവരെ കോംപ്ലിമെന്റ് ചെയ്യുക. എന്നാൽ സെയിം സമയം നമ്മൾ ചെയ്ത കാര്യത്തിന് ഒന്നിനും വാല്യൂ ഇല്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ആവശ്യം പാർട്ണറാണ് എന്തെങ്കിലും ഒരു വയ്യാണ്ടാവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം ചോദിക്കുകയാണെങ്കിൽ ഒന്നും അവിടെ ഉണ്ടാവില്ല. എന്നാൽ നേരെ മറിച്ച് പുറത്തുള്ള കാര്യം ചോദിക്കുകയാണെങ്കിൽ ഭയങ്കര. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ സെൽഫ് ഭയങ്കര വർത്തില്ലാത്തതും അതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള ഒരാൾ പോലെ തോന്നും. അതുപോലെ തന്നെ നമുക്ക് ആരുമില്ല, നമുക്ക് ശരിക്കും നിങ്ങൾക്ക് വട്ടാണ് എന്നിങ്ങനെ പറഞ്ഞ് ആളിന് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഇവരുടെ ഫസ്റ്റ് ഇതിൽ തന്നെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ ഫ്രണ്ട്സിനെ കട്ട് ചെയ്യും, ഇവരുടെ ഫാമിലിനെ കട്ട് ചെയ്യും. അങ്ങനെയുള്ള പ്രത്യേക കഴിവൊക്കെ ഉണ്ട്. മാക്സിമം സെപ്പറേറ്റ് ചെയ്യാൻ, എല്ലാവരുടെയും സെപ്പറേറ്റ് ചെയ്തിട്ട് ഐസൊലേറ്റ് ചെയ്യാൻ നോക്കും. ആകെ ഈ ഒരാളുള്ള പോലത്തെ ഒരു അവസ്ഥയാക്കും. അത് കഴിഞ്ഞിട്ടാണ് ഈ പരിപാടിയൊക്കെ. അപ്പോൾ ഇവർക്ക് വേറെ ആൾക്കാരോട് ഹെൽപ്പ് ചോദിക്കാനും ഉണ്ടാവില്ല. ഹെൽപ്പ് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ വേസ്റ്റ് പരിപാടി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ വയ്യാണ്ടൊക്കെ ആകുമ്പോൾ നമ്മൾ ടോട്ടൽ ഒരു വേസ്റ്റ് ബിന്ന് ആണെന്ന് തോന്നുന്ന പോലെ, അതായത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല, ഈ വയ്യാണ്ട് കിടക്കുകയാണ് എന്നുള്ള തരത്തിൽ നമ്മളതിനെ അത്രയ്ക്കും മതം പതിച്ചിട്ട് പറയാനൊരു അവസ്ഥ. അത് നേരെ മറിച്ച് അവർക്കാണ് വയ്യാണ്ടാവണേന്ന് വെച്ചാൽ ശരിക്കും ഒരു ബേബീനെ കെയർ ചെയ്യണ പോലെ നമുക്ക് കെയർ ചെയ്യേണ്ടി വരും. അത് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ പെരുമാറിയ ആളിനെ എന്തിനാണ് തിരിച്ചപ്പോൾ അതുപോലെ പെരുമാറിയാൽ മതിയില്ലേ എന്ന് ബാക്കിയുള്ളവർക്ക് തോന്നും. അവിടെ ഇവരുടെ ഒരു കഴിവുണ്ട്. ഇവർ സെലക്ട് ചെയ്യണം, പാർട്ണറായിട്ട് സെലക്ട് ചെയ്യണ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എമ്പതിയുള്ള ആൾക്കാരും അതുപോലെ സിമ്പതിയുള്ള ആൾക്കാരിനൊക്കെയാണ് സെലക്ട് ചെയ്യുക. അത് ഇവരുടെ ഒരു കഴിവാണ്. അവരത് നോക്കിയിട്ടാണ് അങ്ങനത്തെ ആൾക്കാരെ പാർട്ണറായിട്ട് സെലക്ട് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇവർ വയ്യാണ്ട് കിടക്കുമ്പോൾ നമുക്ക് പഴയതൊക്കെ മറക്കും. ഇവരുടെ ഇത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ സമയത്ത് ലവ് ബോംബിംഗ് ഫേസ് ആയിരിക്കും. കാരണം അവർക്ക് ഒരാൾ വേണമല്ലോ, ഒരു ഹെൽപ്പർ, ജസ്റ്റ് ഒരു ഹെൽപ്പറിനുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് അവർക്കുള്ളൂ. അപ്പം അവർ വയ്യായികയൊക്കെ മാറി ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയാൽ അപ്പം തൊട്ടിട്ട് വേസ്റ്റായി. അതുപോലെ തന്നെ ഈ ചീറ്റിംഗ് നടത്തുന്ന ആൾക്കാരാണെങ്കിൽ ചീറ്റിങ്ങിന്റെ പരിപാടികളായി. അതുപോലെ തന്നെ വീണ്ടും ഒരു ആവശ്യം, വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് എന്തെങ്കിലും കാശിന്റെ ആവശ്യം ഈ അപ്പത്തെ പാർട്ണറുണ്ടെങ്കിൽ അതൊക്കെ നടത്തിയിരിക്കും. എന്നാൽ പിന്നെ വീണ്ടും ആള് ഹെൽത്തി ആവുകയാണെങ്കിൽ വീണ്ടും നമ്മുടെ ഈ ഫേസിലേക്ക് വീണ്ടും മാറും. ചീറ്റിംഗ് ഫേസ്, ഡിവാല്യൂയിങ് ഫേസ്, അബ്യൂസിങ് ഫേസ്, അങ്ങനത്തെ എല്ലാ ഫേസുകളും. ഓക്കെ, ഇനിയും കുറേ ആക്ച്വലി പറയാണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഞാൻ ഒന്നുകൂടി പറയാണ്, ഞാൻ സൈക്കാട്രിസ്റ്റ് അല്ല. മേജർ ഇഷ്യൂവിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പോലും ഇഷ്ടമല്ല. ഇറ്റ്സ് വെരി സെൻസിറ്റീവ് ടോപ്പിക് ഫോർ മീ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടോക്ക് ചെയ്യാൻ ഇതിനെപ്പറ്റി ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് മടുത്തു. എനിക്ക് എന്റെ മദറും എന്റെ ഫുൾ ഫാമിലിയും ഭയങ്കര സാഡായിട്ടും ഇരിക്കുന്നത് എനിക്ക് കണ്ട് മടുത്തു. എനിക്കത് പറ്റില്ല. എനിക്ക് ഇറ്റ്സ് വെരി സാഡ് ഫോർ മീ ടു സീ മൈ ഫാമിലി സോ ഇമോഷണൽ. അതെനിക്ക് പറ്റില്ല. അത് മാത്രമല്ല എനിക്കും ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ സ്കൂളിൽ പോകുമ്പോഴോ വെറുതെ യൂട്യൂബിൽ നോക്കുമ്പോഴോ ഇത് എന്നെ പറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്നെയും എന്റെ മദറിനെ പറ്റി ഫോൾസ് ആക്യുസേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എന്റെ ഫ്രണ്ട്സ് ചില സമയത്ത് ചോദിക്കാറുണ്ട്, ഇത് എങ്ങനെയാണോ, അത് ട്രൂ ആണോ, ഇവർ പറയുന്നത് ട്രൂ ആണോ, ശരിക്കും ഇതൊക്കെ നടന്നു. എനിക്കതിന്റെ ആൻസർ പറയാൻ കിട്ടുന്നില്ല. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇങ്ങനെ ഫോൾസ് ആക്യുസേഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും വിചാരം ഞാനും എന്റെ മദറും ഭയങ്കര ബാഡാണ്. പക്ഷെ ഇറ്റ്സ് നോട്ട് ദ ട്രൂത്ത്. സോ ബേസിക്കലി ഈ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫാദറിനെ പറ്റിയാണ്. എന്റെ ഫാദർ കുറെ ഇങ്ങനെ ഇന്റർവ്യൂസും വീഡിയോസും ചെയ്തിട്ടുണ്ട്. എന്റെ അടുത്ത് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കുറെ ഗിഫ്റ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയക്കാറുണ്ടെന്ന് കുറെ വീഡിയോസ് ഉണ്ട്. ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും കുറെ നമ്പർ ഓഫ് വീഡിയോസ്. ബട്ട് നൺ ഓഫ് ഇറ്റ് ഇസ് ട്രൂ. എനിക്ക് ഒരു കാര്യം പോലും ഇല്ല. ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ലവ് ചെയ്യാൻ, എന്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല. അത്രയും എന്നെയും എന്റെ മദറിനെയും എന്റെ അമ്മാവിനെയും എന്റെ ആന്റിനെയും ഭയങ്കരമായിട്ട് മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ്. ലൈക്ക് ലിറ്ററലി എനിക്ക് ഒരു കാര്യം പോലും ഇല്ല എനിക്ക് ലവ് ചെയ്യാൻ. ആക്ച്വലി ഫോർ എക്സാമ്പിൾ എപ്പോഴും ഞാൻ ചെറുതായിരുന്നപ്പോൾ ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നു, എന്നാലും ഹി വുഡ് കം ഹോം ഡ്രങ്ക് ആൻഡ് ജസ്റ്റ് ആക്ച്വലി സ്റ്റാർട്ട് ബീറ്റിംഗ് മൈ മദർ. എനിക്കത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമാവും. ഒരു റീസണും ഇല്ല. പക്ഷെ വെറുതെ വീട്ടിൽ വന്ന് ഡ്രങ്ക് ആയിട്ട് എന്റെ മദറിനെ വെറുതെ തല്ലിക്കൊണ്ടിരിക്കും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഞാനൊരു കുഞ്ഞല്ലേ. ഞാനിതൊക്കെ കാണുമ്പോൾ എനിക്കും നല്ല വിഷമാവാണ്. എന്റെ മദറും എന്റെ ഫാമിലിയും നല്ല വർക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഒറ്റ ഒരു കാര്യത്തിന് പോലും എന്നെ തല്ലിയിട്ടില്ല. എപ്പോഴും എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് ലവ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. എന്റെ ഫാദർ കുറെ ഇന്റർവ്യൂസിലും കുറെ ലൈസും ഫോൾസ് അലിഗേഷൻസ് എന്റെ മദറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഫോൾസ് ആണ്. ലിറ്ററലി എന്റെ മദറിനെ കുറെ തല്ലിയിട്ടുണ്ട്. എന്റെ മദറിനെ കുറെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. എന്റെ മദർ മാത്രമല്ല എന്നെയും ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഞാൻ കുഞ്ഞാന്നപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം ഡ്രങ്ക് ആയിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടിൽ എന്റെ മുഖത്തേക്ക് എറിയാൻ ചെയ്തു. അപ്പൊ എന്റെ മദർ ഉണ്ടാകുന്നെങ്കിൽ ശരിക്കും എനിക്ക് എന്റെ തലയിലെങ്കിലും ഇടിച്ചാണ്. ഇവിടെ എന്റെ മദർ ഉള്ളതുകൊണ്ട് കൈവച്ച് ബ്ലോക്ക് ചെയ്തിട്ടാണ് എനിക്കൊന്നും നടക്കാണ്ടിരുന്നത് തന്നെ. അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട്. മെന്റലി മാത്രമല്ല ഫിസിക്കലിയും എന്റെ മദറിനെ എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം കോർട്ടിലിരുന്നപ്പോൾ എന്നെ
ലിറ്ററലി ഓൺ ദ ഫ്ലോർ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ലൈക്ക് ലിറ്ററലി ആ റൂമിലിട്ടിട്ട് എനിക്ക് ഒരു ഫുഡോ ഒരു സാധനവും ചെയ്യില്ല. ഇങ്ങനത്തെ ആൾക്കാരനാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ആക്ച്വലി ഇത് പ്ലീസ്, വാട്ട് ഈസ് സേയിങ് ഇസ് ആബ്സല്യൂട്ട്ലി റോങ്, ഫുൾ ഓഫ് ലൈസ്, ആൻഡ് ഈസ് മെന്റലി ആൻഡ് ഫിസിക്കലി ടോർച്ചർഡ് മീ ആൻഡ് മൈ മദർ. ലൈക്ക് ലിറ്ററലി ജസ്റ്റ് ഇമാജിൻ കോട്ടീന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ഒരു റൂമിലിട്ട് പൂട്ടിയിട്ടേക്കായിരുന്നു. എന്റെ മദറിനെ വിളിക്കാനും സമ്മതിക്കില്ല, ഒരു സാധനം ചെയ്യാൻ സമ്മതിച്ചില്ലായിരുന്നു. അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, കുറച്ച് ദിവസം മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കില്ലേ റൈറ്റ് എന്റെ ഫാദറിനെ കാണാൻ. എനിക്ക് കാണണ്ട, എനിക്ക് ലിറ്ററലി ഐ ഡോണ്ട് വോണ്ട് ടു സീ യുവർ ഫേസ്. ഇറ്റ്സ് ലിറ്ററലി എനിക്ക് സംസാരിക്കണ്ട, എനിക്ക് കാണണ്ട. ആൻഡ് ഇഫ് യു ലവ് മീ സോ മച്ച്, ഇവർ എല്ലാ ഇന്റർവ്യൂലും പറയാറുണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു കോൾ വന്നിട്ടുണ്ടോ, ഒരു കോൾ, അല്ലെങ്കിൽ കോൾ വേണ്ട, എന്റെ അഡ്രസ്സിലേക്ക് ഒരു ലെറ്റർ, ഒരു ഗിഫ്റ്റ്, അത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒറ്റ സാധനം പോലും ഇല്ല. പിന്നെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിക്ക് ആയിരുന്നപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എന്തോ ലാപ്ടോപ്പും ഡോറാഡോളും എനിക്ക് ചോദിച്ചത്. എന്തിനാ ഞാനത് ചോദിക്കണത്? എനിക്ക് നിങ്ങളുടെ ഒരു സാധനവും വേണ്ട, ഞാൻ അങ്ങനെ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. ആൻഡ് ഇൻഫാക്ട് ഞാൻ അവിടെ പോയത് തന്നെ എന്റെ മദർ പറഞ്ഞിട്ടാണ്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് കാണാനോ സംസാരിക്കാനോ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ജസ്റ്റ് പ്ലീസ് ലീവ് മൈ ഫാമിലി അലോൺ, ലീവ് മീ അലോൺ, ലീവ് മൈ മദർ, ലീവ് മൈ ആന്റി, ലീവ് മൈ ഗ്രാൻഡ് മദർ, ഓൾ അലോൺ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്റെ ഫാമിലിയുടെ കൂടെ. എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പോ ലവോ ഒന്നും വേണ്ട, അതൊരിക്കലും കാണിച്ചിട്ടുമില്ല. പക്ഷെ എനിക്ക് ഒന്നും വേണ്ട. പ്ലീസ് ലീവ് മൈ ഫാമിലി അലോൺ. ഐ കാൺ സേ എനിത്തിങ് മോർ ദൻ ദിസ് ആക്ച്വലി. ആൻഡ് നിങ്ങൾ വിചാരിക്കും എന്റെ മദർ ഇവിടെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ടാണ് ഇവിടെ ഈ വീഡിയോ ഇടിപ്പിക്കുന്നത്. ഇവിടെ എന്റെ മദർ പോലും ഇല്ല. ആക്ച്വലി എന്റെ മദർ വർക്കിന് പോയേക്കാണ്. എനിക്ക് എന്റെ മദർ ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ മമ്മി തന്നെ ഇടണം, പക്ഷെ മമ്മിക്ക് എന്നെ ഇങ്ങനെ കേസിലേക്കോ ഡ്രാഗ് ചെയ്യാനോ ഒന്നും ഇഷ്ടമല്ല. അപ്പൊ മമ്മി ഒരിക്കലും ചെയ്തിട്ടില്ല. എനിക്ക് മടുത്തു. ഞാൻ എന്റെ ഓൺ ബില്ല് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. സ്ക്രിപ്റ്റഡോ അങ്ങനെ ഒന്നുമല്ല. ഞാൻ എന്റെ ആർട്ടിൽ നിന്ന് കൂടെ പറയുന്നത്. എനിക്ക് എന്റെ മദറും എന്റെ ഫാമിലിയും സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് വിഷമമായിട്ടാണ് പറയുന്നത്. ആൻഡ് ഇൻഫാക്ട് എന്റെ ഗ്രാൻഡ് മദർ ഭയങ്കര ഒരു പാവമാണ്. ലൈക്ക് ലിറ്ററലി ഈ ഫാദർ ഇത്രയും ബാഡ് ചെയ്തിട്ട് ഞാൻ പ്രേ ചെയ്യുമ്പോഴും എന്റെ അടുത്ത് പറയും അങ്ങനെ ഒന്നും ബാഡ് ഒന്നും വിചാരിക്കരുത്, അവരെ പറ്റി എപ്പോഴും പ്രേ ചെയ്യണം ഹെൽത്തി ആയിട്ട്. അത്രയും നല്ല ഗുഡ് സോൾസ് ആണ് എന്റെ ഫാമിലി. അപ്പൊ പ്ലീസ് ഞങ്ങളുടെ അടുത്ത് ഒന്നും പറയരുത്. ആൻഡ് പ്ലീസ് ഇങ്ങനെ ഫോൾസ് ആക്യൂസേഷൻസ് ഉണ്ടാക്കുന്നത് നിർത്തുക. എനിക്ക് നിങ്ങളുടെ അടുത്ത് ടോക്ക് ചെയ്യേണ്ട, അത്രേ ഉള്ളൂ. ബൈ. നമസ്കാരം, ഞാൻ അമൃതയാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഭയങ്കര വിഷമമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. വെളുപ്പിന് 5:30 ഇപ്പോൾ സമയം. ഞങ്ങൾ ഫുൾ ഫാമിലി, ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല. അത്രയും വിഷമമുള്ളൊരു സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അഭിനയിച്ച് സംസാരിക്കാനോ ഇമോഷണലായിട്ട് സംസാരിക്കാനോ നിങ്ങളെ ഇമ്പ്രസ് ചെയ്ത് സംസാരിക്കാനോ ഒന്നും അറിയില്ല. ഇൻഫാക്ട് നിങ്ങൾ എന്നെ 10-16 വയസ്സ് തുടങ്ങി കാണുന്നതാണ്. ഞാൻ ഐഡിയ സ്റ്റാർ സിംഗറിലുള്ള സമയം തുടങ്ങി അമൃത സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ എത്രത്തോളം സംസാരിക്കുന്ന ഒരാളായിരുന്നെന്നും എത്രത്തോളം ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഞാൻ പലപ്പോഴും നല്ല 14 വർഷമായിട്ട് മിണ്ടാണ്ടിരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എൻ്റെ സൈലൻസ് എന്നെ ഒരുപാട് വെറുക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഇത്ര നാളും മിണ്ടാണ്ടിരുന്നത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഒരു കാര്യം ഒരു സത്യാവസ്ഥയും അറിയില്ല, കാരണം ഞാൻ സൈലന്റ് ആയിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഒരേ ഒരു പ്രാവശ്യത്തിന് മുമ്പ് ഇതേപോലെ ഒരു വീഡിയോ ചെയ്ത് വന്നിട്ടുള്ളൂ. അന്ന് പാപ്പുവിൻ്റെ മേലിൽ ഒരു ഫേക്ക് ന്യൂസ് ബാലചേട്ടനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കോവിഡ് വന്ന് ഞാൻ കാണിച്ചില്ല എന്നുള്ളൊരു ഫേക്ക് ന്യൂസ്. പിന്നീട് അത് ചാനലുകാർ തന്നെ വന്ന് പ്രൂവ് ചെയ്തതാണ്. അത് ബാലചേട്ടൻ തന്നെ വിളിച്ച് അവരെ കൊണ്ടിട്ട ഒരു ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് ഫസ്റ്റ് ടൈം പാപ്പുവിനെ ഡ്രാഗ് ചെയ്ത സിറ്റുവേഷനിലേക്ക് ഇട്ടപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സംസാരിച്ചത്. അതിനുശേഷം ഇന്നാണ് ഞാൻ വീണ്ടും സംസാരിക്കണം. ഞാൻ മിണ്ടാണ്ട് ഇരുന്നപ്പോൾ എന്നെ അത്രത്തോളം നിങ്ങൾ എല്ലാവരും വെറുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ആ വെറുപ്പിനെ ഒരിക്കലും മാറ്റാൻ ശ്രമിച്ചിട്ടുമില്ല. ആ വെറുപ്പ് മാറ്റി സ്നേഹമാക്കാൻ ശ്രമിച്ചിട്ടും ഇല്ല. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി എനിക്ക് അത്രയും ഭംഗിയായിട്ടൊന്നും സംസാരിച്ച് നിങ്ങളെ ഇമ്പ്രസ് ചെയ്യാനൊന്നും എനിക്കറിയില്ല. അപ്പം ആ ഒരു വെറുപ്പ് ഇപ്പോൾ അത് വന്ന ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോൾ ഇതിപ്പോൾ എൻ്റെ പാപ്പുവിലേക്കും കൂടെ വന്നെത്തിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഞാനും പാപ്പും എന്തെങ്കിലും ഞങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ ഞാനും അമ്മയും പാപ്പും അബിയും ഉള്ളൊരു ചെറിയ മൈക്രോ ഫാമിലിയാണ് നമ്മൾ. അച്ഛനും പോലും ഇല്ല. അപ്പം ഇങ്ങനത്തെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ സന്തോഷം വന്നു കഴിഞ്ഞാൽ അപ്പോൾ പാരലലി അപ്പോഴത്തെ ഒരു വീഡിയോ വരും. ഇപ്പോൾ റീസെൻ്റ്ലി പാപ്പിൻ്റെ ബർത്ത്ഡേ 21st. ആ കുഞ്ഞ് അത്രയും ഹാപ്പി ആയിട്ട് നമ്മളുടെ പരിമിതിയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഹാപ്പിനെസ് ആണ് പാപ്പ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു ഇച്ചിരി സന്തോഷിച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം കാണുന്നത് ഇന്റർവ്യൂ ആണ്. അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, പാപ്പു അങ്ങനെ പറഞ്ഞു, പാപ്പു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പലപ്പോഴും പാപ്പു എന്നോട് പറയാറുണ്ട് മമ്മി എന്താ മിണ്ടാണ്ടിരിക്കണേ. അപ്പോൾ മമ്മിക്ക് മിണ്ടാൻ അറിയില്ലെങ്കിൽ ഞാൻ പറയാം മമ്മി എന്ന് പറയുന്നത്. കാരണം പാപ്പു ഇപ്പോൾ പഴയ ഏജ് അല്ല, നിങ്ങൾക്കറിയാം, 12 വയസ്സായി. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം പാപ്പു എൻ്റെ അടുത്ത് പറഞ്ഞാണ് മമ്മി ഈ ബർത്ത്ഡേൻ്റെ വീഡിയോ വന്ന സമയത്ത് മമ്മി ഐ വോണ്ട് ടു ഡു എ വീഡിയോ മമ്മി. ഞാൻ എന്താണെന്നൊന്നും പറയില്ല, പക്ഷെ എനിക്കൊരു വീഡിയോ ചെയ്യണം. എൻ്റെ പാപ്പുവും ഗ്രാൻഡ്മ കാണുന്ന അങ്കിൾമാരും ആൻറ്റിമാരും അത് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കും മമ്മി, ഐ വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ആ പാപ്പു ആ വീഡിയോ എടുക്കുന്നതും ആ വീഡിയോ അപ്ലോഡ് ചെയ്യണതും. അപ്പോൾ കുറച്ച് കഴിഞ്ഞ്
എനിക്കറിയില്ല, ഐ വാസ് സോ അൺഅവെയർ അബൌട്ട് അതിനകത്ത് എന്ത് കണ്ടന്റാണ് മോള് ഇടണെന്നുള്ളത്. അവള് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവളെ സ്റ്റോപ്പ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ പാപ്പു എൻ്റെ അടുത്ത് പറയാണ്ട് ചെയ്തൊരു കാര്യം. കാരണം അത്രയും അവൾ കണ്ട് വിഷമിച്ച് നമ്മളൊക്കെ ഓരോ ദിവസവും ഈ 12 വർഷവും ഗോ ത്രൂ ചെയ്ത കാര്യങ്ങളെ കുഞ്ഞുകുട്ടി കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്രയും വിഷമിച്ചാണ് അവൾ ആ ഒരു വീഡിയോ ഇനിയെങ്കിലും എൻ്റെ മമ്മി തെറ്റുകാരിയല്ല എന്ന് വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ച് അവളുടെ ഒരു കുഞ്ഞു ഭാഷയിൽ സംസാരിച്ച് അവൾക്ക് പറ്റുന്ന ഭാഷയിൽ അവളുടെ ഒരു മെച്യൂരിറ്റിയിൽ അവൾ സംസാരിച്ച കാര്യങ്ങളാണ്. അത് കഴിഞ്ഞൊരു ഒരു 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും പാപ്പുവിനെ കൂടുതൽ സൈബർ ബുള്ളിങ്ങിലേക്ക് ഇട്ടു കൊടുക്കുന്ന രീതിയിൽ ഒരു ഇമോഷണൽ വീഡിയോ വന്നു. അത് വന്നതിന് ശേഷം പാപ്പുവിനെ പറയാത്തതായിട്ട് ഒന്നുമില്ല. കള്ളി, അഹങ്കാരി, ചീത്ത വാക്കുകളൊക്കെയാണ്. കുഞ്ഞുകുട്ടീനെ ഒന്നും വിളിക്കാൻ പറ്റുന്ന വാക്കുകളൊന്നുമല്ല നമ്മൾ മലയാളികൾ കമന്റ്സ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആസ് എ അമ്മ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്ത. അപ്പോൾ വീണ്ടും അവളൊരു സൈബർ ബുള്ളിങ്ങിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്തത്. ഇനി അവൾ അതിനകത്ത് പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പറയാം. അതിനകത്ത് ഏറ്റവും കൂടുതൽ വന്ന കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി ഉഗ്രനായിട്ട് ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ചു, മമ്മി അത് പറഞ്ഞ് ചെയ്യിപ്പിച്ചു, മമ്മി ഇങ്ങനെ ചെയ്യിപ്പിച്ചു, അമ്മയുടെ മോള് തന്നെ അഭിനേത്രിയാണ്, ഇങ്ങനെയുള്ള കമന്റ്സ് കൂടുതൽ. ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പാപ്പു പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്യാം. കാരണം പറയുമ്പോൾ കൊച്ചിനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷമാവും എനിക്ക്. അതിന് ക്ലാരിറ്റി പറഞ്ഞേ പറ്റുള്ളൂ. പാപ്പിനെ എന്താ ലാസ്റ്റ് അവള് ഇങ്ങനെ ഒന്ന് സംസാരിച്ച് എനിക്ക് ശീലമില്ലാത്തതുകൊണ്ട് ടെൻഷൻ ആവുമ്പോൾ എനിക്ക് സ്ഥലമൊന്നും പറഞ്ഞില്ല. എനിക്ക് പാപ്പു പറഞ്ഞ കാര്യമാണ് എന്താ ഹോസ്പിറ്റൽ ബർത്ത്ഡേയുടെ സമയത്ത് വയ്യാണ്ട് കിടന്ന സമയത്ത് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അത് ഇന്നലെ വന്ന ഇന്റർവ്യൂവിൽ ബാലചേട്ടൻ പറഞ്ഞ കാര്യമാണ്. ബർത്ത്ഡേ പക്ഷേ ഹോസ്പിറ്റലിൽ വന്നിട്ട് എനിക്ക് ലാപ്ടോപ്പ് വേണം പപ്പ എന്ന് പറഞ്ഞു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ പാപ്പു അതിനെ ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു സാധനം ചോദിച്ചിട്ടേ ഇല്ല, ഇത് ഞാൻ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നാക്കുന്നത്. അതിനകത്ത് ബാലചേട്ടൻ ആ വീഡിയോയിൽ പറയാണ് കൂടെ അണ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നു, എൻ്റെ അച്ഛനുണ്ടായിരുന്നു. അണ്ണൻ ആ സമയത്ത് അവിടെ സിറ്റുവേഷനിൽ ഇല്ല. അണ്ണൻ എന്ന് പറയുന്നത് ബാലചേട്ടൻ്റെ ബ്രദറാണ്. ഞങ്ങൾ വന്ന് കുറേ കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ വരുന്നത്. എൻ്റെ അച്ഛൻ ICUവിലോട്ട് വന്നിട്ടേ ഇല്ല. സുരേഷ് ചേട്ടനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ട് അച്ഛൻ അങ്ങനെ ഒരു സിറ്റുവേഷനോട്ട് വന്നിട്ടേ ഇല്ല, അണ്ണൻ അങ്ങനെ ഒരു സിറ്റുവേഷനോട്ട് വന്നിട്ടേ ഇല്ല. അപ്പോൾ എൻ്റെ മോള് അവള് വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ മമ്മി ഞാൻ ലാപ്ടോപ്പ് എന്തിനാ ചോദിച്ചേ, ഐ വാണ്ട് ടു ടെൽ വൈ ഈസ് ഹി ലൈയിങ്. അപ്പോൾ അവളെ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തതാവുന്നത്. അതേപോലെ കോർട്ടിൽ കൂടെ പോലെ റാഗ് ചെയ്ത് പിടിച്ച് നിലത്ത് കൂടെ വലിച്ചഴച്ച് കൊണ്ടുപോയിട്ടാണ് വണ്ടിയിലേക്ക് കയറ്റിയിട്ട സീൻ. ഇതെങ്ങനെ ബ്രെയിൻ വാഷ് ആവുന്നത്? എൻ്റെ മലയാളി ചേട്ടന്മാരെ ചേച്ചിമാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നൂറുകണക്കിന് ആളുകൾ കണ്ട ഒരു സീനാണത് കോടതിയിൽ. അതെങ്ങനെയാണ് ഞാൻ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് എൻ്റെ മോള് പറയാം. അതിനുശേഷം ഒരു 3 വയസ്സിലുണ്ടായ അവള് കണ്ടിട്ട് ഷോക്കായ ഒരു സിറ്റുവേഷൻ അവൾ പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്കൊക്കെ നമ്മളുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ട്രോമാറ്റിക് അല്ലെങ്കിൽ ഷോക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഓർമ്മയില്ലേ? എനിക്ക് നമ്മളെ ഞെട്ടിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ അത്ര വേദനിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് എനിക്ക് 2 വയസ്സുള്ള കാര്യങ്ങൾ വരെ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ മെമ്മറിയിൽ ഒരു ഫ്ലാഷസ് ആയിട്ട് വെച്ചാൽ ഒരു ഫുൾ ചിത്രമായിട്ട് അല്ലെങ്കിൽ ഫ്ലാഷസ് ആയിട്ട് ഓർമ്മയുണ്ട്. പാപ്പുവിൻ്റെ കേസ് പറയുകയാണെങ്കിൽ പാപ്പു കുഞ്ഞു ആവിയായിരിക്കുന്ന സമയത്ത് അവളെ ഈ വക സിറ്റുവേഷനിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ടുള്ളത് എൻ്റെ വീട്ടിൽ നിന്നിട്ടുള്ള ജോലിക്കാരാണ്. ചേച്ചിമാരൊക്കെ അവൾക്കൊന്നും പറ്റില്ലെന്ന് വെച്ചിട്ട് പിടിച്ചെടുത്ത് അവളെ കൊണ്ട് ഓടും. അങ്ങനെ ആ ചേച്ചിമാരൊക്കെ ഇതൊക്കെ സാക്ഷി പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. കോടതിയിൽ കേസ് അടങ്ങുന്ന സമയത്ത് ഈ ജോലിക്ക് നിന്ന് ചേച്ചിമാരും അതേപോലെ അന്നുണ്ടായിരുന്ന ഡ്രൈവർ ഇവരൊക്കെ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സാക്ഷി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരു കുഞ്ഞുകുട്ടിക്ക് അവളുടെ ഒരു കുഞ്ഞി മെമ്മറിയിൽ അവൾ ട്രോമാറ്റിക് ആയിട്ട് പേടിച്ച് അനുഭവിച്ച് പോയിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം പാപ്പുനെ അവളെ മുറിയിൽ പൂട്ടിയിട്ടതും ഈ കാര്യങ്ങൾ അതിനൊക്കെ വീഡിയോ അടക്കം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പാപ്പു എത്ര വിഷമിച്ചാണ് ഇരുന്നിട്ടുള്ളതും. ഇതൊക്കെ ഞാൻ എന്തിനാ ബ്രെയിൻ വാഷ് ചെയ്യണം? മോളുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് വിത്ത് എവിഡൻസ്. ഞാൻ എന്തിനാ എൻ്റെ കൊച്ചിനെ ബ്രെയിൻ വാഷ് ചെയ്തു? എൻ്റെ മോളെ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്യണമായിരുന്നെങ്കിൽ ഞാൻ കുറേ മുമ്പേ ബ്രെയിൻ വാഷ് ചെയ്യണമായിരുന്നു. അത് ഈ 14 വർഷം വെയിറ്റ് ചെയ്ത് അവള് ഇത്രയും നാൾ കഴിഞ്ഞ് അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബ്രെയിൻ വാഷ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ പാപ്പുവിന്റെ ഫാമിലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പാപ്പുവിന്റെ ഫാമിലി അല്ലെങ്കിൽ അവളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് ഒരു മോചനം എന്നെ കൊണ്ടാവുന്നതാവട്ടെ എന്നുള്ള രീതിയിൽ ആ പാവം കൊച്ചു ചെയ്തതിന് നിങ്ങൾ അതിന് എന്തൊക്കെ വിളിക്കുന്നുണ്ട്, എന്തൊക്കെ പറയുന്നുണ്ട്. ആ കുട്ടി എൻ്റെ പാപ്പു സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ പബ്ലിക് ഫംഗ്ഷൻസിന് പോകുന്ന സമയത്ത് എത്രയോ ആളുകൾ വന്നിട്ട് പറയണേ മോളുടെ അച്ഛൻ്റെ അടുത്ത് കൂടെ. ഇതൊക്കെ കേട്ടോണ്ടിരിക്കും. ഒരിക്കലും പാപ്പന് സ്കൂളുണ്ടായിരുന്ന ഒരു കേസാണ്. അതായത് ബസ്സിലുള്ളൊരു കുട്ടി ഞാൻ പോലും ആ സമയത്തില്ല, ഞാൻ ദുബായിൽ ഉള്ളൊരു സമയത്താണ്. യുവർ ഫാദർ സേഡ് യുവർ മോം ഇസ് അഗ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ നിങ്ങളൊക്കെ സംസാരിക്കും, നിങ്ങളുടെ മക്കളൊക്കെ കേൾക്കുന്നുണ്ടാവും. അത് ഇവരുടെ തരത്തിലൊക്കെ പറയുന്നുണ്ടാവും. ആൻഡ് ദെൻ അങ്ങനെ പാപ്പുവിൻ്റെ അടുത്ത് യുവർ മദർ ഇസ് അഗ്ലി എന്ന് പറഞ്ഞിട്ട് പാപ്പു കരഞ്ഞിട്ടാണ് വീട്ടിലേക്ക് ഓടി വന്നത്. എന്നിട്ട് എൻ്റെ അഭിരാമി പോയി സ്കൂളിൽ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് സംസാരിക്കുകയും അങ്ങനെ ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസിൽ കൂടെയാണ് ആ പാവം കുട്ടി എവറി ഡേ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കുഞ്ഞു ആവല്ല, ഇപ്പോൾ അവളൊരു ടീനേജറായി. അവരുടെ തരത്തിലുള്ള കുട്ടികളുടെ ഇടയിൽ സംസാരിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു സബ്ജക്റ്റും കൂടെയായി. അവൾ പല കാര്യത്തിനും ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയായി.
മിണ്ടാണ്ടിരിക്കുമ്പോൾ വീണ്ടും കുറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. വേറെ കമന്റ്സ് ഞാൻ വായിച്ചു, ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം എന്തിനാണ് ഇവിടെ ഒന്ന് പറയണമെന്നുള്ള. ഈ ഞങ്ങളായിട്ട് പറഞ്ഞതല്ല, ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. പബ്ലിക്കലി ഇല്ലാത്ത കാര്യം ഇത്രയും വർഷങ്ങളായിട്ട് പറഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം ആ കൊച്ചൊന്ന് റിയാക്ട് ചെയ്തു. അതെവിടെ ഉണ്ടായിട്ടില്ല. അല്ലാണ്ട് ആ കുട്ടി എന്ത് ചെയ്തെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇനി ഞാൻ എന്നിലേക്ക് വരാം. ഞാൻ എന്ത് തെറ്റാണ് എൻ്റെ ലൈഫിൽ ചെയ്തതായിട്ട് നിങ്ങൾ പറയണേ? ഓരോ കമന്റിലും അമൃത ചീത്തയാണ്, അമൃത ഇങ്ങനെയാണ്, അമൃത അങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ സോഫാറുള്ള എൻ്റെ ഐഡിയ സ്റ്റാസിംഗർ തുടങ്ങിയുള്ള ലൈഫ് എടുത്തോ. ഞാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത്? ഒരു 18 വയസ്സിൽ ഭയങ്കരമായിട്ട് ഒരാളെ ആദ്യമായിട്ട് ഞാൻ സ്നേഹിച്ച് അയാളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. അയാളെ ഞാൻ കല്യാണം കഴിച്ചു. അന്ന് എന്നെ പ്രൊപ്പോസ് ചെയ്ത് എന്നെ ഇങ്ങോട്ട് പ്രൊപ്പോസ് ചെയ്ത കാര്യം പോലും പറയാൻ പാലിച്ചേരണമെന്ന് മടിയായിരുന്നു. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ അതും ഒരു 18 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു പ്രണയം എന്ന് പറയുമ്പോൾ ബ്ലൈൻഡ് പ്രണയമാണ്. ഒത്തിരിയൊന്നും നിങ്ങൾ വിചാരിക്കണ പോലെ ചിന്തിക്കാനോ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഉള്ള ഒരു പ്രായമൊന്നും എനിക്കൊന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്നപ്പോൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പല ദിവസവും ചോര തുപ്പി ഓരോ മൂലയ്ക്കിലും കിടന്നപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ പോലും പറയാൻ പറ്റില്ലായിരുന്നു. കാരണം അച്ഛനും അമ്മയും അത്രയും എതിർത്തൊരു മാരേജ് ആയിരുന്നു. ആൻഡ് ഈ കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാനും എൻ്റെ ഫാമിലിയും ചീറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു വെഡിങ്ങിലോട്ട് വന്നത്. ഞങ്ങളുടെ എൻഗേജ്മെന്റിനൊക്കെ ശേഷമാണ് നമ്മൾ അറിയുന്നത് ബാലചേട്ടൻ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറൊരു ചന്ദന സദാശിവ റെഡ്ഡിയാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെന്നും അത് ഡിവോഴ്സ് ആയതാണെന്നുള്ളത് മ്യൂസിക് ഡയറക്ടർ രാജാമണി സാർ അച്ഛൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ രാജാമണി അങ്കിളാണ് അച്ഛനെ വിളിച്ച് പറയുന്നത്. പക്ഷേ ആ സമയം ആയപ്പോഴത്തേക്കും ഒക്കെ ഒരുപാട് എൻഗേജ്മെന്റ് കഴിഞ്ഞ് വലിയൊരു വാർത്തയായിട്ടുണ്ടായിരുന്നു. അപ്പോഴും അച്ഛനമ്മേൻ്റെ അടുത്ത് പറഞ്ഞതാണ്, വേണ്ട മോളെ, ഇത് വേണ്ട, ഇത് ശരി, അത്രയും അവർ പറഞ്ഞു. പക്ഷേ എൻ്റെ ഇഷ്ടവും എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു ബാലചേട്ടനെ, അത്രയും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും നിർബന്ധിച്ച് ഞാനായിട്ട് അച്ഛനെയും അമ്മയും കൺവിൻസ് ചെയ്തെടുത്ത ഒരു ഡിസിഷൻ ആയിരുന്നു ഈ വെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്രം day 1 ടിൽ ദ ഡേ ഞാൻ ആ വീട്ടിൽ നിന്ന് വന്ന ദിവസം വരെ പല ദിവസങ്ങളും ഞാൻ ചോര തുപ്പി ഓരോ മൂലയ്ക്ക് കിടന്നപ്പോഴും എൻ്റെ അടുത്ത് എനിക്കിതൊന്നും വീട്ടിൽ പറയാൻ പറ്റില്ലായിരുന്നു. അഗൈൻ എൻ്റെ ഒരു ഡിസിഷൻ ആയതുകൊണ്ട് ഞാൻ നിർബന്ധിച്ച് എടുത്തൊരു ഡിസിഷൻ ആയതുകൊണ്ട് എൻ്റെ അച്ഛനും അഭിരാമിയും അത്ര വേദനിക്കുന്നുള്ളതുകൊണ്ട് ഞാനിതൊന്നും ആരോടും പറഞ്ഞില്ല. ഇതൊന്നും ഞാൻ പറയുന്നത് അന്ന് എന്നെ ഇതൊക്കെ കണ്ട് സാക്ഷിയായിട്ടുണ്ടായിരുന്ന എൻ്റെ ജോലിക്കാരി ചേച്ചിമാരും ഒക്കെ ഇതൊക്കെ കോടതിയിൽ കേസ് പറഞ്ഞതൊക്കെയാണ്. അതിനുശേഷം ഞാൻ ഒരു പോയിന്റ് എത്തി. ഇനി ഞാൻ അവിടെ തുടർന്നു കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല ഈ ചോര തുപ്പി കിടക്കുന്ന ഒരു അവസ്ഥയിൽ ഞാൻ മാത്രമല്ല എൻ്റെ കുഞ്ഞും അതിൻ്റെ ഒരു ഭാഗമാവുന്ന ഒരു പോയിന്റിൽ വന്നപ്പോഴാണ് ഞാൻ ആ വീട് വിട്ട് കിട്ടിയ സാധനമൊക്കെ എടുത്ത് ഇറങ്ങി ഓടണത്. അല്ലാണ്ട് നിങ്ങൾ പറയുന്ന പോലെ കോടികൾ എടുത്തിട്ടൊന്നും ഇറങ്ങി ഓടിയതല്ല. ആ ഒരു ഇൻസിഡന്റ് ആണ് പാപ്പു പറയണത്. കുപ്പി എറിഞ്ഞ് മമ്മി തടഞ്ഞില്ലായിരുന്നെങ്കിൽ അത് ആ കുഞ്ഞു വയസ്സിൽ അവൾക്ക് കിട്ടിയൊരു ഷോക്കാണത്. ഞാൻ അവളെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ കുപ്പി വരുന്നതും ഞാൻ അവളെ പിടിച്ചിങ്ങനെ മാറ്റുന്നതും ആ കുപ്പി പുറകിൽ മതിലിൽ പോയിട്ട് പൊട്ടിത്തെറിച്ച് പോയ ഒരു സിറ്റുവേഷനാണ്. അത് പാപ്പുന് ഇപ്പോഴും അതൊരു ഓർമ്മയാണ്. ആ ഒരു സിറ്റുവേഷനാണ് പാപ്പു ആ വീഡിയോയിൽ പറയണത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ലൈഫിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് പറക്കി ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇൻഫാക്ട് എൻ്റെ സ്വർണം, എൻ്റെ വണ്ടിയൊന്നും ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല. ഈ പറയുന്നുണ്ട് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു. സ്വർണം സ്ത്രീധനം കൊടുത്തിട്ടില്ല, സ്വർണം മൊത്തം പാലച്ചേട്ടനെ ഇടിപ്പിച്ച്. ഇതിനൊക്കെ എന്താ തെളിവുള്ളത്? ഞാൻ കിളമക്കരയിൽ ഉണ്ടായിരുന്ന ഒരു വീട്, ആ വീട് വിറ്റിട്ടാണ് അച്ഛനും അമ്മയും ആ ഫുൾ സ്വർണവും വാങ്ങിച്ചതും. ജോസ്കോണ നമ്മൾ ഫുൾ സ്വർണം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പ്രസന്റ് ചെയ്യാം അതിന്റെ ഇൻവോയ്സ്. ആ സ്വർണ്ണമൊക്കെ പോയി. ആ സ്വർണം ഒന്നും വേണ്ട. അതായത് മോൾ ഇത്രയും ടോർച്ചർ, ഈ ഡിവോഴ്സ് ഫേസിൽ കൂടെ ഇത്രയും ടോർച്ചർ കൂടെ പോയപ്പോൾ എനിക്കൊന്നും വേണ്ട. എല്ലാവരെയും പോലെ ഞാൻ കോമ്പൻസേഷൻ ചോദിക്കുമല്ലോ. എൻ്റെയും ലൈഫ് പോയതാണ്, എൻ്റെ മോളുടെ ലൈഫ് പോയതാണ്. എൻ്റെ പഠിത്തം പോലും ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നത്. അപ്പോൾ എല്ലാ ഡിവോഴ്സും നടക്കണ പോലെ തന്നെ എനിക്കും എൻ്റെ പാപ്പന് വേണ്ടിയിട്ടുള്ള കോമ്പൻസേഷൻ ചോദിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ ആ കോടതിയിൽ നിന്ന് വലിച്ചടിച്ചുകൊണ്ട് പോയ സീനും അതിനുശേഷം മോള് അനുഭവിച്ചിട്ടുള്ള ട്രോമ, അവൾ പുറത്തു പോകാൻ വേണ്ടിയായിരുന്നു. എൻ്റെ ഡാഡി വന്ന് പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ട് അവൾ സ്കൂളിൽ പോലും പോകില്ലായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അവൾ സമ്മതിക്കില്ലായിരുന്നു. എന്നെയും അഭിരാമിനെയും അമ്മേനെയും അച്ഛനെയും കെട്ടുപിടിച്ചിട്ട് ഇവിടെ എപ്പോഴും നിൽക്കുള്ളായിരുന്നു. അപ്പോൾ ഇങ്ങനെ ട്രോമാറ്റിക് ആയിട്ടുള്ള ആ കുഞ്ഞു ഭാവിക്ക് എടുക്കാൻ പറ്റുന്നതിന് കൂടുതൽ അനുഭവിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ കേസിൽ നിന്ന് പിന്മാറുന്നത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കോമ്പൻസേഷൻ വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ പാപ്പുവിനെ ഉപദ്രവിക്കാണ്ടിരുന്നാൽ മതി, പാപ്പുവിനെ ടോർച്ചർ ചെയ്യാണ്ടിരുന്നാൽ മതി. അപ്പോൾ പൈസ ഉണ്ടെങ്കിൽ നീ കൊച്ചിനെ വേണ്ട എന്നൊരു ക്ലോസിലാണ് നമ്മൾ ആ ഡിവോഴ്സ് സെറ്റിൽ ചെയ്യണത്. അതിനകത്ത് ആ ഡിവോഴ്സിൻ്റെ പേപ്പറിൽ, ലോയേഴ്സ് കാണിച്ച പേപ്പറിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. കല്യാണത്തിന് പോലും ആസ് എ ഫാദർ
ഒരു പൈസ പോലും തരില്ല. അപ്പോൾ അന്ന് തുടങ്ങി പാപ്പുവിൻ്റെ എല്ലാ എക്സ്പെൻസസും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അച്ഛനും കൂടെ ഇല്ല ഞങ്ങൾക്ക്. അപ്പോൾ വീട്ടിലത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 വയസ്സായിട്ടുള്ളൊരു അമ്മ, പിന്നെ ഒരു ടീനേജറായിട്ടുള്ളൊരു പെൺകുട്ടി, ഞാൻ ഞങ്ങൾ 4 പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു വീടാണ്. അമ്മ ബി പി അസുഖങ്ങളൊക്കെ ഉള്ള ഒരു 60 വയസ്സുള്ള ഒരു അമ്മയ്ക്ക് ഉള്ള അസുഖങ്ങളൊക്കെ ഉള്ളതാണ്. അമ്മ ഇപ്പോൾ ആൻറ്റി ഡിപ്രഷൻ ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും മെൻ്റൽ ടോർച്ചർ കൂടിയാണ്. അല്ല, അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ എങ്ങനെയൊക്കെയോ മുമ്പോട്ട് തള്ളി ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു വീട് റൺ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ സ്ട്രെസ്സസ്, ഇമോഷണൽ കാര്യങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ് ഞാനായിട്ട് എത്തേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ, മോളുടെ സ്കൂള്, അത് ഇതെല്ലാം ഒരു ബാലൻസിനാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ പോലും നിങ്ങളാരും എൻ്റെ കൂടെ നിന്നിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നിന്നിട്ടില്ല എന്നുള്ളൊരു ഭയങ്കര സങ്കടം എനിക്ക് നിങ്ങളെല്ലാവരോടും ഉണ്ട്. ഒരാളിവിടെ കള്ളു കുടിച്ച് ലിവർ പോയി ഹോസ്പിറ്റലായപ്പോൾ നിങ്ങൾ മലയാളികളെല്ലാവരും ഇവിടെ പ്രാർത്ഥിച്ചു. എൻ്റെ കേസിൽ ആടിയും തൊഴിയും കൊണ്ട് എൻ്റെ ഫുൾ മേത്തുണ്ടായിട്ടുള്ള ബ്രൂസസും പാടുകളൊക്കെ ഞാൻ ഇപ്പോഴും ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ അഞ്ജനയുടെ അടുത്ത് ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മേത്തുള്ള പാടുകളും സാധനങ്ങളും മാറ്റാനായിട്ട്. അതേപോലെ എൻ്റെ ബ്ലീഡിംഗ് ആയിട്ട് ഞാൻ വിജയലക്ഷ്മി ഹോസ്പിറ്റലിലാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ചെന്ന് ചോദിക്കാം. ഹോസ്പിറ്റലിൽ പ്രൂഫുള്ള നിങ്ങൾക്ക് പോയി ചോദിക്കാം. ഞാൻ സർജറി ചെയ്തതാണ്. എന്നും ബ്ലീഡിംഗ് ആയിട്ട്. ഇപ്പോൾ ഞാൻ ആസ്ട്രോ മെഡിസിറ്റിയിൽ എൻ്റെ ചെസ്റ്റ് പെയിനിന് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ ഒരാൾ കള്ളു കുടിച്ച് ലിവർ പോയത് നിങ്ങൾ നാട് മൊത്തം പ്രാർത്ഥിച്ചു. ഞാൻ അതൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ. ഇത്രയും കാര്യങ്ങൾ നോക്കാനും ഒരു ബാക്കപ്പ് ഒന്നും ഇല്ല ഞങ്ങൾക്ക്. നിങ്ങൾ പറയുന്ന രീതിയിലുള്ള കോടികളൊന്നും തട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ ബാങ്കിൽ ഒരുപാട് ബാലൻസ് ഉണ്ടാവുകയോ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒന്നും ഇല്ല ഞങ്ങൾക്ക്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ കോടികളൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു വീട് വയ്ക്കാൻ ഇപ്പോഴും ഞാൻ ഈ കിടന്ന് നെട്ടോട്ടം ഓടുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല. ഞാനും നിങ്ങളെ പോലെ തന്നെ ഓരോരുത്തരെ പോലെ തന്നെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു അറ്റവും കൂട്ടിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത്. പിന്നെ എൻ്റെ ലുക്ക്, ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ എല്ലാവരും പറയുന്ന കാര്യം. ഒരു പോയിന്റ് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഓരോന്ന് കേട്ട് വരുമ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് ഒരു പ്രൊട്ടക്ഷനാണ്. ലൈക്ക് ആരെങ്കിലും വരുമ്പോൾ പേടിയാണ്, ഇയാൾ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കണേ. ഫുൾ ഫാമിലിക്കുള്ള ഒരു ഭയമാണ്. പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ എങ്ങനെ കാണുന്നത്. അപ്പം നാച്ചുറലി നമ്മളെല്ലാവരും ഒരു ജാടിയിടാന്ന് പറയില്ലേ, നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറയില്ലേ, അവൾ ജാടത്തണ്ടിയാന്ന് പറയില്ലേ, ഒരു അഹങ്കാരിയാന്ന് പറയില്ലേ. ഈ അഹങ്കാരമൊക്കെ ഞങ്ങൾക്ക് പലപ്പോഴും ആവശ്യമാണ്. ആ അഹങ്കാരമൊക്കെ ഉള്ളത്, ആ അഹങ്കാരം കാണിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോഴും ഇങ്ങനെ വീഴാണ്ട് നിൽക്കണം. പക്ഷേ എൻ്റെ ഉള്ളിലൊന്നും ഞങ്ങൾക്കൊന്നുമില്ല. നിങ്ങൾക്ക് വിചാരിക്കുന്ന പോലെ അത്ര സ്ട്രോങ് ഒന്നും അല്ല. ഞങ്ങൾ ഇന്നും രാത്രി കെട്ടിപ്പിടിച്ചിട്ട് ഇന്നിപ്പോൾ വെളുപ്പിന് ഞങ്ങളിവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനെല്ലാവരും ഇനി ഇത്രയും കാര്യങ്ങൾ ഇതെൻ്റെ ലൈഫിലുള്ള ഓരോ ഇൻസിഡൻസും നിങ്ങൾക്കറിയാവുന്ന. ഞാൻ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ ഇനി ഇതിനെല്ലാം പറഞ്ഞുകൊണ്ട് എന്നെ ഒരു എന്താ പറയുക, എന്നെ ഒരു മെസ്സേജസിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു വൃത്തികെട്ട അമ്മ. അതിൻ്റെ ഒരു ഭാഷ പറയാൻ ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അത്രയും വൃത്തികെട്ട രീതിയിലാണ് എന്നെ പറയുന്നത്. ഒൺലി ബിക്കോസ് ഞാനൊരു റിലേഷൻഷിപ്പ് അതിനുശേഷം 14 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ ആലോചിക്കണം. 14 ഇയേഴ്സിന് ശേഷം വീണ്ടും ഞാനൊരു റിലേഷൻഷിപ്പിലേക്ക് വന്നു. അത് നിങ്ങളുടെ അടുത്തെല്ലാം ഞാനത് അറിയിച്ചു. അത്രയും എക്സ്പോസ് ചെയ്ത്, കാരണം അത്രയും ഐ ഫെൽറ്റ് ലൗഡ് ഫോർ എ ടൈം. അപ്പോൾ മാത്രമല്ല ഞങ്ങളുടെ ഇടയിൽ സംഗീതം എന്ന് പറഞ്ഞുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് കണക്ഷൻസ് ഫീൽ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് അത്. ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ട്രോമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും വിഷമിച്ച ഒരു റിലേഷൻഷിപ്പിന് ശേഷം ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ അത് കോളായി പോവല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടല്ലേ എല്ലാവരും ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറുള്ളൂ. അതുപോലെ തന്നെയായിരുന്നു ഞാനും. അത് ഒന്നും പറ്റില്ലേ, ഇത് നന്നായി വരണേ. ഞാൻ ആരെയും അവിടെ അപ്പുറത്തും വിവാഹം നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ഒരു മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ കളിയാക്കുന്നതോ പാട്ട് പാടുന്നതോ ഇന്റർവ്യൂലോ എവിടെയെങ്കിലും ഞാൻ പരാമർശിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു വ്യക്തിയെ പറ്റി? അവർ രണ്ടാം വിവാഹം അല്ലാതെ ആക്ച്വലി 3ാം വിവാഹമായിരുന്നു. ഇതൊന്നും ഞാൻ ഇതുവരെ ഈ നിമിഷം വരെ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും നാളത്തൊക്കെ മറച്ചു വെക്കുന്നു. പക്ഷേ പകരം എനിക്കുണ്ടായിക്കൊണ്ടിരുന്നത് ഞാനൊരു ഡിസിഷൻ എടുത്തു. ആ ഡിസിഷൻ നന്നായി പോകണേ എന്ന് ആഗ്രഹിച്ച് നമ്മൾ മുമ്പോട്ട് പോയി. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ അത് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അത് നമ്മളുടെ ഇടയിലുള്ള ഒരു പേഴ്സണലി നമ്മൾക്ക് മനസ്സിലായി മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് സ്നേഹത്തോടെ മ്യൂച്വൽ റെസ്പെക്റ്റോടെ കൂടെ രണ്ടുപേരും സെപ്പറേറ്റ് ആയ ഒരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ഹോൾ ഇൻസിഡന്റിൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ മകളെ വിട്ടിട്ട് പോയി, അവളെ ഉപേക്ഷിച്ചു, ഇപ്പം അമ്മ അയാളുടെ കൂടെ അല്ലേ. നിങ്ങൾ എന്തായി പറയണേ? നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? അപ്പം നിങ്ങളെല്ലാവരും ആഗ്രഹിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 14 വർഷത്തിന് ശേഷമാണെങ്കിലും ഒരു ലൈഫ് എനിക്ക് ഉണ്ടാവാൻ പാടില്ല എന്നാണോ? അതും ആ ഒരു ലൈഫ് ഒരുപാട് ആഗ്രഹിച്ചു തന്നെയായിരുന്നു ഞാനും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നത്.
പക്ഷെ അത് വർക്കായില്ലാത്തൊരു സിറ്റുവേഷൻ ആയപ്പോൾ അത് വേണ്ട, സ്നേഹത്തോടെ തന്നെ ഒരു പിരിഞ്ഞൊരു അവസ്ഥയുണ്ടായി. അതിനെ ചൊല്ലി എനിക്ക് എന്തൊക്കെ കേട്ടു. ഇപ്പോഴും ഒരു പാട്ടിട്ടാൽ പോലും അതിൻ്റെ അടിയിൽ വരുന്ന കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപിയണ്ണൻ എവിടെ, ഗോപിയണ്ണൻ ഇട്ടിട്ട് പോയി, ഗോപിയണ്ണൻ്റെ അടുത്ത് എൻ്റെ പാപ്പു ഇട്ട വീഡിയോയുടെ അടിയിൽ വരെ എൻ്റെ ഗോപി അങ്ങോട്ടും ഉണ്ടായിരുന്നില്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എത്രത്തോളം ആ കുഞ്ഞിനെ വേദനിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്കറിയോ. ഇപ്പോൾ ഈ ഒരു ഹോൾ ഇൻസിഡൻറ്റിൽ എൻ്റെ ഈ രണ്ടാമത്തെ ഈ റിലേഷൻഷിപ്പിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഇപ്പം നിങ്ങൾ എന്നെ ഒരു വൃത്തികെട്ട സ്ത്രീയാക്കി പറയണത്. ഞാൻ എന്ത് തെറ്റാണ് ഇതിനകത്ത് ചെയ്തത്? ഞാൻ എൻ്റെ മകൾ ഉപേക്ഷിച്ചോ? ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറിയോ? ഞാൻ ഇതെല്ലാവരും എനിക്കും ഒരു സന്തോഷം വേണം, എനിക്കും ഒരു പേഴ്സണൽ ലൈഫ് വേണം എന്ന് ആഗ്രഹിച്ച് ഞാൻ എടുത്ത ഒരു ഡിസിഷനല്ലേ, അവിടെയും അതേ ഡിസിഷനല്ലേ എടുത്ത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു റിലേഷൻഷിപ്പ് സംഭവത്തിനൊരു വിള്ളൽ വന്ന സമയത്ത് എന്നെ കളിയാക്കിച്ചിരിക്കുന്ന ആളുകൾ, ഇപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അപ്പുറത്തെ സൈഡിൽ നിന്ന് എന്നെ കളിയാക്കി അപ്പോഴേ പറഞ്ഞില്ലേ പോകണ്ട പറഞ്ഞിട്ട് പാട്ടുകൾ പാടുന്നു, പബ്ലിക്കലി ഒന്ന് കളിയാക്കുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഇതൊക്കെ എത്രത്തോളം വേദനയ്ക്കുണ്ടാവും എനിക്കിന്ന്? ലൈക്ക് ഞാനൊരു സാധാരണ ഒരു മനുഷ്യനല്ലേ, അല്ലാണ്ട് ഞാൻ വേറെ എവിടെ നിന്നോ വന്നൊരു ജീവിയൊന്നല്ലല്ലോ. ഒരു സാധാരണ ഒരു പെണ്ണല്ലേ, ഒരു 10-14 വയസ്സായിട്ട് ഒരു സാധാരണ ഒരു പെണ്ണ് തന്നെയാണ്. ചിലപ്പോൾ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ മീഡിയയുടെ മുമ്പിൽ ലൈഫ് എക്സ്പോസ്ഡ് ആയി പോയി എന്നുള്ളൊരു തെറ്റ് മാത്രമേ, ഇത് തെറ്റോ ശരിയോ എനിക്കറിയില്ല, അത് മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇമോഷൻസ് നിങ്ങൾക്കുള്ളതുപോലെ തന്നെയാണ് എനിക്കുള്ളത്. നിങ്ങൾക്കുള്ള വേദനകൾ തന്നെയാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും ഉള്ളത്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന ഈ ഒരു വീഡിയോ ചെയ്ത് ഒരു വിക്ടിം കാർഡ് കളിക്കാൻ വേണ്ടി വന്നതല്ല, നിസ്സഹായാവസ്ഥ കൊണ്ട് വന്നതാണ്. ഒരു പ്രസിനെ വിളിച്ചുകൂട്ടി സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു PR ടീമിനെ വെച്ച് എനിക്ക് വേണ്ടി കമന്റ് ഇടിപ്പിക്കാനോ അല്ലെങ്കിൽ വേറൊരു മറ്റൊരാളെ എന്താ പറയുക ബാലചേട്ടനെ മോശമായി സംസാരിക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴും എൻ്റെ പാപ്പുവിൻ്റെ അച്ഛൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇന്നുവരെ ഞാൻ ബാലചേട്ടന് റെസ്പെക്റ്റേ കൊടുത്തിട്ടുള്ളൂ. ഇതുവരെ അദ്ദേഹത്തിന് മോശമായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അനുഭവിച്ച കാര്യങ്ങളും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എവിടെയൊക്കെയോ ആദ്യമായിട്ട് ഞാൻ സ്നേഹിച്ചു പോയ ഒരാളെന്നുള്ളൊരു വേദന ഉണ്ടല്ലോ, ഈശ്വര അതിങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളൊരു വേദനയും കൂടി ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഒരിക്കലും ബാലചേട്ടനെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയോ ഒരു കുറ്റം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇനിയെങ്കിലും എൻ്റെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ആരെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടി സംസാരിക്കണ്ടേ? ഞങ്ങൾ ആകെ ഒരു 4 പെണ്ണുങ്ങൾ മാത്രം ജീവിച്ചു പോകുന്നൊരു ഫാമിലിയാണ്, തല കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്നൊരു ഫാമിലിയാണ് ഞങ്ങൾ. ആകെപ്പാടിനുള്ളൊരു സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന മ്യൂസിക് ഷോസും പിന്നെ നമ്മൾ ചെയ്യുന്ന വ്ളോഗ്സും ഒക്കെയാണ്. ഇപ്പോൾ 2 വർഷമായിട്ട് നിങ്ങൾക്ക് കണ്ടറിയാം, അമൃതംഗമയ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ടല്ലോ, നമ്മുടെ ഈ ചാനലിൽ പോലും ഒരു വ്ളോഗ് ഞാൻ ചെയ്യുന്നില്ല. കാരണം പേടിച്ചിട്ടാണ്. എന്തെങ്കിലും കമൻറ്റ് ഇട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും പുറത്ത് പോയി നമ്മളൊരു നല്ലൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അവർ എൻ്റെ ഇടയിൽ വരുന്ന കമൻറ്റ് നീ അവൻ്റെ പൈസ എടുത്തിട്ടല്ലേ ചെയ്യുന്നതെന്നുള്ള ഇതൊക്കെ കേട്ട് ഞാനായിട്ട് എന്തിനാ തളർന്നു പോയി നമ്മളെല്ലാവരും, പറ്റാണ്ടായി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഒരു ജീവിതത്തിൻ്റെ ഒരു സോഴ്സ് ഓഫ് ഇൻകം വരെ മാറ്റി വയ്ക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ ഒരു പ്രാവശ്യം ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഞങ്ങൾ 4 സ്ത്രീകളോട് ചെയ്യുന്ന ഒരു വലിയ ദ്രോഹമായിരിക്കും, എനിക്ക് വലിയ തെറ്റായിരിക്കും. കാരണം ഞങ്ങൾക്ക് സംസാരിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ഇതിനൊരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷനോ ഒന്നും കൊണ്ട് വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഇതിൻ്റെ പേരിൽ ആരും ഉപദ്രവിക്കരുത്, പ്രത്യേകിച്ചും പാപ്പുവിനെ. ആൻഡ് ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട്. പാപ്പുമോള് പോസ്റ്റ് ചെയ്ത വീഡിയോ ഒരുപാട് മീഡിയ പേജസ് എടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത്രയും ബ്രൂട്ടലായിട്ടുള്ള കമൻസ് ആണ്. പറ്റുമെങ്കിൽ ആ കമൻസ് ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കുക. ആ കുഞ്ഞിതൊക്കെ ഇരുന്ന് വായിക്കും. അപ്പോൾ അവൾ ലൈഫ് ടൈം അത് അവൾക്ക് ഒരു ട്രോമയായിട്ട് മാറും. ലൈഫ് ടൈം അവളൊരു കുറ്റക്കാരിയായെന്നുള്ളൊരു ചീത്ത കുട്ടി എന്നുള്ളൊരു ചിന്തയിലേക്കൊക്കെ അത് മാറിപ്പോകും. അവളുടെ കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത ഒരു കുഞ്ഞു സ്റ്റെപ്പാണ് ആ പാവം കൊച്ചിൻ്റെ. ഇന്നുവരെ ഞാനും എൻ്റെ ഫാമിലിയും പാപ്പിന് വേണ്ടിയിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. ഇനിയും ഞങ്ങൾ പാപ്പിന് വേണ്ടി തന്നെയാണ് ജീവിക്കുള്ളൂ. അപ്പോൾ ഞങ്ങളെ ഉപദ്രവിക്കല്ലേ. ഇത്രയും നാൾ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്തായിരുന്നു സിറ്റുവേഷൻ എന്നോ ഞങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തായിരുന്നു അറിഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു. ഇനിയും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പോലും ഹൃദയമുള്ള ഒരാൾക്ക് കേൾക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ വന്നു പോകും അതിനകത്ത്. അതുകൊണ്ട് എനിക്ക് ആരും കുറ്റപ്പെടുത്തണം എന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് പണ്ട് ഐഡിയ സ്റ്റാർ സിംഗറിൽ ഉണ്ടായപ്പോൾ സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു അമൃത സുരേഷ് നിങ്ങൾ പറയില്ല, അന്ന് പട്ടുപാവാട ഇട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്നു. അതേ അമൃത തന്നെയാണ് ഇപ്പോഴും. പട്ടുപാവാടയൊക്കെ ഒന്ന് മാറി ജീവിക്കാൻ വേണ്ടിയിട്ട്, പ്രൊഫഷന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ ജീവിക്കേണ്ടി വന്നല്ലാണ്ട് അന്നുണ്ടായിരുന്ന ഒരു അമൃത തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ അന്നൊരു ഇച്ചിരി സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ എന്നെ എൻ്റെ ഫാമിലിൻ്റെയും വിഷമം നിങ്ങൾ കാണാൻ പോകരുത്. താങ്ക് യു. പെൺകുട്ടി എന്ന നിലയിൽ, അതായത് ഞാൻ എന്നോട് കാണിക്കുന്ന ഒരു നീതി എന്നാണ് ഞാൻ ഇതിനെ കാണുന്നത്.
കാരണം ഞാൻ അറിഞ്ഞ കുറച്ച് വിവരങ്ങൾ അല്ലെങ്കിൽ ഞാൻ കേട്ട കുറച്ച് വിവരങ്ങൾ എനിക്ക് ഇതുവരെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യൻ ഇങ്ങനെ ആവാൻ പറ്റുമോ, ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല. അതിൽ എനിക്ക് എത്രത്തോളം ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള തെളിവോ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ നേരിട്ട് കാണിച്ചു തരാം. അതിന്റെ എല്ലാ എവിഡൻസും എല്ലാ കാര്യങ്ങളും കൈവച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ പറയുന്ന ബാല എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയായിട്ട് ആരും സംസാരിക്കില്ല. കാരണം അയാൾ പേടിയാണ്. കാരണം അവരെ അറിയാവുന്ന അയാളുടെ ഭാര്യയായിട്ട് ജീവിക്കുന്ന ആരും അയാളെ പറ്റി സംസാരിക്കത്തില്ല. കാരണം അത്രയ്ക്കും പ്രൂവനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ. നിങ്ങൾ കാണുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന പോലെ മകളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ ഭാര്യ ജീവിതത്തിൽ സ്നേഹിക്കുന്ന ഒരു ഭർത്താവൊന്നും അല്ല. അയാൾ ഒരു ഒന്നാം തരം നടനാണ് മീഡിയ മുന്നിൽ. അതെനിക്ക് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇപ്പൊ കേസ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അമൃത ചേച്ചി ഈ പറയുന്ന ഭാര്യയുടെ മുമ്പ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന ഫോൺ കോൾ ഞാൻ കേൾക്കാനിടയായി. കാരണം ഞാൻ അവരോട് ഞാൻ കേട്ടത്. പിന്നെ കേസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവരോട് ഞാൻ എപ്പോഴും ഉണ്ട്. കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇയാൾ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുമോ, ഇയാളെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട്. ഇതിന് മുമ്പ് ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ചേച്ചിയുടെ വീട്ടിൽ ഇയാൾ വടിവാളുമായിട്ട് വന്ന് വെട്ടാനൊക്കെ വന്ന ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തിലാണ് ഇങ്ങനെ ഒരു ഫോൺ കോൾ ഉണ്ടായത്. ആ ഫോൺ കോളിൽ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അതായത് ഒരു മനുഷ്യന് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ആവാൻ പറ്റും. ഞാൻ ഒരിക്കലും ഇയാളെ പറ്റി എനിക്കറിയാം. കാരണം അമൃതേച്ചി അനുഭവിച്ച കാര്യങ്ങളും അവരുടെ ഡോക്യുമെന്റ്സും അതിനകത്ത് പുള്ളിക്കാരി ഫേസ് ചെയ്തിട്ടുള്ള പീഡനങ്ങളെ പറ്റി ഞാൻ വായിച്ച ഒരാളാണ്. ഞാൻ വിറ്റ്നസ് ആണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്കറിയാം. പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടെ ഭയങ്കര ബാഡായിട്ടാണ് ഞാൻ അയാളെ പറ്റിയുള്ള സംസാരം ഞാൻ കേട്ടത്. അവർ തമ്മിൽ എനിക്ക് അതായത് സ്വന്തം നമുക്ക് അത്രയും ഒരാൾ ഇത്രയും ബാഡായിട്ട് ജീവിക്കാൻ പറ്റും എനിക്കറിയത്തില്ല. കേരളത്തിലെ എല്ലാവരും നമ്മുടെ ഇമോഷൻസ് വെച്ച് ഈ പുള്ളി ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കാം. അയാൾ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ ഭാര്യയെ സ്നേഹിച്ചിട്ടുള്ള ഒരു നല്ല ഭർത്താവോ അല്ല. അമൃത ചേച്ചി അനുഭവിച്ച കാര്യങ്ങൾ ഓരോന്നോരോമായിട്ട് നല്ല വ്യക്തമായിട്ട് അറിയാം. അമൃത ചേച്ചി മാത്രമല്ല, എലിസബത്ത് എന്ന് പറയുന്ന അയാളുടെ ലീഗലി പുള്ളിയുടെ ഭാര്യയല്ല. ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിക്കാരന്റെ ലീഗലിയുള്ള ഭാര്യയല്ല. പുള്ളിക്കാരൻ എവിടെ ഒരു കാര്യം എന്തോ കിട്ടിയതിന് ശേഷം 6 മാസം കഴിഞ്ഞിട്ട് പുള്ളി മറ്റേ റിസപ്ഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അത് വേറെ സത്യം. ഇയാളെ ക്രൂരതകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറയാം. അതായത് ഇത് എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. എത്ര പേര് എന്നെ എന്താ പറയുക ഇതിനെ ഓപ്പോസിറ്റ് ആയിട്ടും പറയുന്നവരുണ്ടാവും, എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരുണ്ടാവും. നിങ്ങൾ എന്നെ ബാഡ് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ വീട്ടിലെ ഒരാൾക്ക് ഈ അവസ്ഥ വന്നാൽ നിങ്ങൾ ഇതേപോലെ ബിഹേവ് ചെയ്യൂ. നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പറ. അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം. കാരണം എനിക്കറിയത്തില്ല. ഇത് ഞാൻ വിഷയത്തിലേക്ക് വരാൻ കാര്യം പറയാം. അതായത് അമൃതേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിന് തൊട്ടുള്ള കാര്യം ഞാൻ പറയാം. അമൃതേച്ചി ഏത് പ്രായത്തിലാണ് പുള്ളി കല്യാണം കഴിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ. വളരെ ചെറിയ പ്രായത്തിലാണ് വിവാഹം ചെയ്യുന്നത്. പ്രണയ വിവാഹമായിരുന്നു. അപ്പൊ ആ ഒരു പ്രായത്തിൽ ഒരു പെൺകുട്ടി ഒരു പ്രണയ വിവാഹത്തിലേക്ക് കിടക്കുമ്പോൾ എന്തോ ഒരു സ്വപ്നങ്ങൾ മോഹങ്ങളുമായിട്ടായിരിക്കും അതിലേക്ക് പോകുന്നത്. ആ പ്രതീക്ഷകളെല്ലാം നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു പുള്ളിക്കാരി അവിടെ ഇരിക്കുന്നത്. കല്യാണം കഴിച്ച കാലത്ത് വെച്ചപ്പോൾ തന്നെ പുള്ളി ആദ്യം ചെയ്തത് പുള്ളിക്കാരുടെ ഫോൺ ഇല്ലാതാക്കും. വീട്ടുകാരോട് എല്ലാ കോൺടാക്റ്റും കട്ട് ചെയ്യും. അതിനുശേഷം പുള്ളി ചെയ്തത് പുള്ളിയുടെ മദ്യപാനവും പുള്ളിക്കാരുടെ കുറെ കൂട്ടുകാരും എല്ലാവരും കള്ളുപിടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പാതിരാത്രി ഇവർക്ക് വെച്ച് പറഞ്ഞു കൊടുത്തു. വെച്ച് മാത്രം എഴുതലായിരുന്നു എന്റെ ഇതിന്റെ മെയിൻ തൊഴിൽ. ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി വായിൽ ചോര വരുത്തിയ ദിവസങ്ങളുണ്ട്. നിങ്ങൾക്കറിയോ? അതുപോലെ അൺനാച്ചുറൽ സെക്സ്, മാരിറ്റൽ റേപ്പ്, സെക്ഷൽ അബ്യൂസ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇയാളുടെ ചേച്ചിക്ക് വരെ ചെയ്തിട്ടുണ്ട്. ഞാൻ അമൃത ചേച്ചിയുടെ കാര്യം മാത്രമല്ല പറയുന്നത്. ഇതേ അനുഭവം തന്നെയായിരുന്നു ഈ പറയുന്ന എലിസബത്ത് എന്ന് പറയുന്ന അയാളെ മുൻപ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആൾ. ഇവർക്ക് രണ്ടുപേർക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് സെയിം ഇഷ്യൂസ് ആണ്. ഇയാൾ ഓരോ നിങ്ങൾ ഈ ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് അമൃത ചേച്ചി എങ്ങനെയായിരുന്നു ഇയാളെ കല്യാണം ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരി ഒരു പാവപ്പെട്ട ഫാമിലിയിൽ ഒരു പെണ്ണ്. പുള്ളിക്കാരി അങ്ങനെ ആരോടും സംസാരിക്കുന്നത് മിണ്ടാപ്രാണി പെണ്ണ്. നിങ്ങൾ എലിസബത്തിന്റെ എടുത്ത് നോക്കിയേ. പുള്ളിക്കാരി അങ്ങനെ തന്നെയല്ലേ? അതെ, പുള്ളിക്കാരി ആരോടും സംസാരിക്കുന്നത് പാവപ്പെട്ട പെണ്ണിനെ തന്നെയാണ് അയാൾ കല്യാണം കഴിച്ചത്. അതായത് പുറത്ത് വന്ന് സംസാരിക്കുക. അയാൾക്ക് ഭീഷണിപ്പെടുത്തുന്നില്ല. അങ്ങനെ ആയിട്ട് നിർത്താം. അയാൾക്ക് ഭീഷണിപ്പെടുത്തി ഇങ്ങനെ നിർത്താൻ പറ്റിയ ടൈപ്പ് ഓഫ് പെണ്ണുങ്ങളെ നോക്കി അയാൾ കല്യാണം ചെയ്യുന്നത്. ഈ രണ്ടുപേര് മാത്രമല്ല. ഇതിന് മുമ്പ് ആദ്യം കല്യാണം ചെയ്യുന്നത് ചന്ദ്ര എന്ന് പറഞ്ഞ പെണ്ണിനെ കല്യാണം കഴിച്ച് ആദ്യം കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അമൃതയോട് ഇയാൾ സംസാരിച്ച് തുടങ്ങുന്നതന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചന്ദ്രനെ നെഗറ്റീവ് വന്നിട്ട് ചന്ദ്രൻ എങ്ങനെയാണ് പുള്ളിക്കാരി പൈസ പിടിച്ചു അതാണ് ഇതാണെന്ന് പറയും. ചന്ദ്രനെ പറ്റി പറഞ്ഞ് എനിക്ക് അറിയില്ല. ഞാൻ സെന്റിമെന്റ്സ് തുടങ്ങിയിട്ട് പുള്ളി തുടങ്ങും. അതിനുശേഷം ആ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒരു ഭയാനകമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതായത് ബ്ലാക്ക് മാജിക് ഉണ്ട്, പ്രേതമുണ്ട്, ഭൂതമുണ്ട്. അതിനുശേഷം സൗണ്ട് എഫക്ട് വെച്ചിട്ട് പക്ക സിനിമ എത്ര പേര് വിശ്വസിക്കുന്നു എനിക്ക് അറിയത്തില്ല. ഇത് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു പറയത്തില്ല. എനിക്ക് ഒരു ഉറപ്പില്ല. പക്ഷേ ഇതാണ് സത്യം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ തെളിവുണ്ട്. ഞാൻ ഈ പുള്ളി പറയുന്ന പോലെ ഇപ്പൊ പൊട്ടിക്കും എന്റെ തെളിവുണ്ടെന്ന് പറഞ്ഞിരിക്കുമല്ല. ജനമായിട്ട് പറയുന്നത്. ഞാൻ ഇതൊരിക്കലും ഞാൻ പബ്ലിക്കലി ഞാനത് കൊണ്ടുവന്ന് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കാണുമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ നേരിട്ട് കാണിച്ചു തരാം. ഇത് പോലീസ് സ്റ്റേഷനിലും നമ്മൾ കോടതിയിലും നമ്മൾ ഹാജരാകും. അതേപോലെ തന്നെ ഹാജരാക്കിയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഞാൻ കണ്ടിട്ടുള്ള കേട്ടോ. ഇവർ എല്ലാ പേപ്പേഴ്സും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അതേപോലെ ഈ പറയുന്ന ബാല എന്ന് പറയുന്ന ആൾ ഇയാൾ പക്ക പേർവേർട്ടാണ്. അതായത് എല്ലാ പെണ്ണുങ്ങളും ഇയാൾ എത്ര പേരെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് ക്യൂ ആയിട്ട് നിർത്തിയിട്ട് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? ഇയാൾക്ക് വലിയൊരു ലിസ്റ്റ് ഉണ്ട്. ഇപ്പൊ ചന്ദന, അമൃത സുരേഷ്, എലിസബത്ത്, പിന്നെ കോകില, പിന്നെ ഇതേപോലെ ഒരു ലിസ്റ്റ് ഉണ്ട്. പുള്ളിക്ക് വലിയ ലിസ്റ്റ് ഉണ്ട്. ഇവരൊക്കെ ഇങ്ങനെ ക്യൂ ആയിട്ട് നിർത്തിയേക്കും. അതിനകത്ത് പുള്ളിക്ക് വഴിയാവുന്ന തോന്നുമ്പോൾ നൈസിൽ കട്ട് ചെയ്യും. അല്ലാതെ ഈ മെയിൻ ആയിട്ട് വെച്ചേക്കുന്ന ഈ പറഞ്ഞ എലിസബത്തിനായിരുന്നു. ആ പുള്ളിക്കാരി വീട്ടിൽ പുള്ളി മാറ്റാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം വേറെ ഏതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് വഴിയൊക്കെ വീട്ടിൽ കയറി വന്നു. അപ്പൊ എനിക്ക് പറ്റുവാണെങ്കിൽ നിന്നാൽ മതി പറഞ്ഞിട്ട് അവൻ വെച്ചവന്ന് ഇറങ്ങിപ്പോയെ. അത് മാത്രമല്ല ഒരു ഭാര്യയോട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ മോശമായുള്ള രീതിയിൽ, അതായത് സുഹൃത്തുക്കളുടെ മുമ്പിൽ മോശമായ ചില കാര്യങ്ങൾ പ്രേരണ അയാൾ ചെയ്യിച്ചു. മനസ്സിലായോ? അതിന്റെ വിഷമത്തിൽ പുള്ളിക്കാരി ഏകദേശം 1-2-3 പ്രാവശ്യം ആത്മഹത്യ ശ്രമിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ട്? പുള്ളി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ലൈവിൽ ഇട്ടിട്ട് അങ്ങ് കരയോ? എന്റെ കുഴந்தை, എന്റെ കുഞ്ഞ്, ആ കൊച്ചിനോട് അയാൾക്ക് ഒരു സ്നേഹമില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല. ഇപ്പൊ വന്നിട്ട് കുറെ പേര് പറയും അച്ഛനായ കുഴந்தைയോട് സ്നേഹം. നിങ്ങളല്ല മനുഷ്യൻ, നിങ്ങൾക്ക് അറിയില്ല അയാളെ. നമ്മുടെ ഇലങ്ങൾ എല്ലാം എവിഡൻസ് ഉണ്ട്. ഒരു കൊച്ചിനോട് സ്നേഹമുള്ള ഏതെങ്കിലും വെച്ചാൽ കാണിക്കുന്ന പ്രവൃത്തിയാണോ അദ്ദേഹം കാണിച്ചത്? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ കൊച്ചൊന്ന് വീഡിയോ ഇട്ട്, ആ കൊച്ചിന് ഗതിയിൽ കാണും. ആ കൊച്ചൊന്ന് വീഡിയോ ഇട്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ച് ആ ഒരു 12 വയസ്സുള്ള ഒരു കുഞ്ഞ് അങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം മോശകരമായ ഒരു മാനസിക അവസ്ഥയിലൂടെയായിരിക്കും ആ കൊച്ചി കടന്നു പോയിട്ടുള്ളത്. ആ വീഡിയോയ്ക്ക് ആ കൊച്ചി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാനിപ്പോ താമസിക്കുന്ന എന്റെ അമ്മയുടെ കൂടെ ആണെങ്കിലും മമ്മിയുടെ കൂടെ ആണെങ്കിലും ആന്റിയുടെ കൂടെ ആണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. ആ കൊച്ചിന് ആകെയുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യക്തി ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടിയുടെ പേര് ഉപയോഗിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ചെയ്യുന്ന ഈ വീഡിയോസ് ആണ് ആ കുട്ടിക്ക് ആകെയുള്ള ബുദ്ധിമുട്ട് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോഴും
നിങ്ങൾ ആ കൊച്ചിനെ ചീത്ത വിളിക്കാൻ അറിയാറായി. നിങ്ങൾ ഒരിക്കലും ഈ പുള്ളി കാണിച്ച പ്രവർത്തികൾ നിങ്ങൾ കണ്ടൊന്നും കാണുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ തന്നെ ആലോചിക്കും. അതിനുശേഷം പുള്ളി കാണിച്ചത് ശരിയായ കാര്യം. ആ പുള്ളിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്റെ കൊച്ചാണെങ്കിൽ ഒന്ന് പറയുന്നത് ഞാൻ റിപ്ലൈ ചെയ്ത് വീഡിയോ എടുത്ത് നടത്തുന്നില്ല. ഞാൻ അക്കൗണ്ടേ വന്ന് ഞാൻ പോകും. അവൻ പുള്ളി എന്തായാലും കൊച്ചിനെ കളിയാകുന്ന രീതിയിൽ പിന്നെ ഒരു വീഡിയോ ഒന്നും കിട്ടും. 2 വയസ്സിൽ എന്താണ് നമുക്ക് ഓർമ്മയുള്ളതെന്നും അപ്പൊ ഇത് ഓർമ്മയില്ല. ഇതേപോലെ തന്നെ എത്രയോ വീഡിയോ വന്നിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട്, എത്രയോ കളത്തിനൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തോ ഗുണ്ടകളൊക്കെ ഇടിച്ചു വന്ന് ഞാൻ പറഞ്ഞു എന്താ അപ്പയുണ്ട് എന്നൊക്കെ ഞാൻ കൊച്ചിനോട് പറഞ്ഞു. ആ ധൈര്യത്തിലാണ് കൊച്ചിനെ ഇരിക്കുന്നത്. ഇങ്ങനെ എത്രയോ കളത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് എന്താ കൊച്ചിന് 2-3 വയസ്സുള്ള ഓർമ്മ. പിന്നെ ആ കൊച്ചി വേറെ കുറെ ആൾക്കാരൊന്നും പറഞ്ഞു ആ കൊച്ചിനെ കൊണ്ട് നിർബന്ധിച്ച് വീഡിയോ ഇട്ടിരുന്നത്. നിങ്ങൾക്ക് ആ കൊച്ചിനെ എന്തെങ്കിലും അറിയും. ആ കൊച്ചി പാപ്പും ഗ്രാമ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. ആ കൊച്ചി ഇതിൽ ചെറുപ്പത്തിലെ വീഡിയോ ഇട്ട് തുടങ്ങിയ കുട്ടിയാണ്. ആ കൊച്ചിന് വീഡിയോ മുമ്പ് വന്നിട്ട് അല്ലെങ്കിൽ അവരുടെ മുമ്പ് വന്ന് സംസാരിക്കാൻ യാതൊരു പേടിയില്ല. ആ കൊച്ചി അത്ര നല്ല ഭയങ്കര മിടുവിക്കായി വെച്ചത്. ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്. ആ കുട്ടിയുടെ വിദ്യാഭ്യാസം ആ കൊച്ചിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു നമുക്ക് ചെയ്യാം. ആ കൊച്ചിന്റെ അച്ഛനൊന്നും ചെയ്തിട്ടില്ല. ഒരു ഗിഫ്റ്റ് പോലും സെൻഡ് ചെയ്തിട്ടില്ല. ആ കൊച്ചിനെ വിളിച്ചിട്ടില്ല. കൊച്ചിന്റെ ബർത്ത്ഡേക്ക് പുള്ളി ലൈവ് വന്നിട്ട് എന്നെ എന്റെ പുറമെ വിളിക്കും. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞിരിക്കുന്നതല്ലാതെ ആ കൊച്ചിനെ വിളിച്ച വിഷയം നമ്മൾ നോക്കിയിട്ടില്ല. ഇതൊന്നും എന്താ നിങ്ങൾ ആരും ചിന്തിക്കാതെ. അത് പുള്ളിയുടെ PR വർക്ക് ആണോ? പുള്ളി വലിയൊരു PR വർക്ക് തന്നെയുണ്ട് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് നമ്മൾ ഈ കാര്യം കുറെ ദിവസമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവരുടെ ആ ഒരു കമന്റ് ബോക്സിൽ നിന്ന് ഒരേപോലത്തെ പല പേരിൽ ഉള്ള അക്കൗണ്ടിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത ഒരേ എന്താ പറയുക കമന്റ്സ് കാണാം. ഒന്നാമത്തെ PR വർക്ക് ഒന്നും വേണ്ട. ഇന്നലെ ഒരു പുള്ളി പാപ്പൂരെയും നിങ്ങൾ ശ്രദ്ധിക്കാം പാപ്പൂരെയും ബാക്കിയുള്ളവരെയും അവരുടെ വീട്ടുകാരെയും മോശമായ രീതിയിൽ യൂട്യൂബ് വീഡിയോ ഇട്ടു. അതിന് പിന്നിൽ ആരാണെന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി. അതിനോട് നമ്മൾ അപ്പോളജി ചെയ്തിട്ട് ആ പുള്ളി തന്നെ പിന്നീട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതിന്റെ ഇത് മനസ്സിലാക്കാത്തെന്ന് എനിക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അമൃത സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയും കടന്നുപോയ വഴികൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അത്രമാത്രം മോശകരമായ രീതിയിലാണ് ആ പുള്ളി അവരോട് ബിഹേവ് ചെയ്തിരിക്കുന്നത്, അവർ ഫേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ രണ്ടുപേരും കൂടെ ശരിക്കും ഇറങ്ങി കഴിഞ്ഞാൽ ചേട്ടാ നിങ്ങൾ ജയിലിലാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലും നല്ല കാര്യം. കാരണം അത്രയ്ക്ക് ബ്രൂട്ടൽ ആയിട്ടുള്ള ബാഡ് ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ചെയ്തിരിക്കുന്ന ഓരോ പ്രവൃത്തി. നിങ്ങൾ മനസ്സിലാക്കണം. ഓഡിയൻസ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താനോ ആ കുടുംബത്തെ കുറ്റപ്പെടുത്താനോ അല്ല നിൽക്കുന്നത്. നാളെ ഇത് നിങ്ങളുടെ വീട്ടിലും സംഭവിക്കാം. നിങ്ങൾ ഇത്രയും കാലം അമൃതേച്ചി കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. ഇല്ലേ പൈസ പറ്റിച്ചു അത് പറ്റിച്ചു. പുള്ളി തന്നെ പറയുന്നത് അമൃതേച്ചിക്ക് എത്ര കോടികൾ കൊടുക്കുന്നത്. പുള്ളി ബാങ്ക് ട്രാൻസാക്ഷൻ കാണിക്കട്ടെ. നിങ്ങൾ കൊടുത്ത കോടിയുള്ള ബാങ്ക് ട്രാൻസാക്ഷൻ കാണിക്കും. ഉണ്ടെങ്കിൽ അത് കാണിക്കും. നിങ്ങൾ കാണട്ടെ. നിങ്ങൾ അങ്ങനെയാണ് പോവേണ്ടത്. അല്ല വന്നിട്ട് കഥ പറയുന്നത്. എല്ലാത്തിനും തെളിവ് കാണിക്കും. ഞാൻ കാണിക്കാൻ തെളിവ്. നിങ്ങൾ നേരത്തെ നിങ്ങൾ തെളിവ് കാണിക്കും. തെളിവില്ല. പുള്ളി വെറുതെ പറയുന്നതാണ്. പുള്ളി വെറുതെ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നതാണ്. അത് മാത്രമല്ല സ്വന്തം വന്യമൊന്നാഴ്ച സ്വന്തം ഭാര്യയുടെ കിടപ്പറയിലെ വീഡിയോ എടുത്ത് കയ്യിൽ വെച്ചിട്ട് നാളെ നീ പോയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് പോവാണെങ്കിൽ ഞാൻ ഇത് ലീക്ക് ചെയ്യുന്നു. ഏതെങ്കിലും ഭർത്താക്കന്മാർ പറയൂ എന്ന് പറയുന്ന ഭർത്താവാണ്. എത്ര പേർക്കറിയാം? ഇതൊക്കെ എലിസബത്തും അമൃതേച്ചും തമ്മിലുള്ള സംസാരത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എത്തിപ്പോയി. എനിക്കറിയത്തില്ല മനുഷ്യൻ ഇങ്ങനെ അത് പഠിക്കാൻ പറ്റുള്ളൂ. അതും തമിഴ്നാട്ടിൽ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് നമ്മളെല്ലാവരും പൊട്ടന്മാരാക്കി ചെയ്യാറ്. നിങ്ങൾ ആലോചിച്ച് ഇതിന് മുമ്പ് ഞാൻ ഇവരുടെ കൂടെ കൂടുന്നതിന് മുമ്പ് ഞാൻ ഇയാളെയാണ് വിശ്വസിച്ചു. എന്നാൽ ഇവർ കാണിക്കുന്ന ദ്രോഹം അല്ലെങ്കിൽ ഞാൻ അമൃതേച്ചെ ഞാൻ തെറ്റിദ്ധരിച്ച് ഇവരുടെ കൂടെ കൂടിയതിന് ശേഷമാണ് എനിക്ക് സത്യം മനസ്സിലായി. വീണ്ടും ഞാൻ പറയാം, ഇതൊക്കെ ഞാൻ പറയുന്നതുകൊണ്ട് നാളെ എനിക്കും ആ കുടുംബങ്ങൾക്കും വരാൻ പോകുന്ന ഭവിഷ്യത്തിൽ വളരെ വലുതായിരിക്കും. ഞങ്ങൾക്ക് അതായത് അമൃതേച്ചിക്കും കുടുംബത്തിനും എലിസബത്തിനും കുടുംബത്തിനും നാളെ എന്തെങ്കിലും സംഭവിക്കുകയോ അവർക്ക് എന്തെങ്കിലും രീതിയിൽ സോഷ്യൽ മീഡിയ കൂടെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം ബാലാന്ന് പറയുന്ന ആ വ്യക്തിക്ക് മാത്രമായിരിക്കും. അത് ഞാൻ വീണ്ടും പറയാം. നിങ്ങൾക്കറിയാം ഇയാൾക്കെതിരെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഭയങ്കര മോശമായ രീതിയിലാണ് ഇയാൾ ബിഹേവ് ചെയ്യുന്നത്. എത്ര എക്സാമ്പിൾസ് ഉണ്ട്.